بسم الله الرحمن الرحيم وأن المساجد لله فلا تدعوا مع الله أحدا പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു. അതിനാൽ നിങ്ങൾ അല്ലാഹുവോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. أفمن أسس بنيانه على تقوى من الله ورضوان خير أم من أسس بنيانه على شفا جرف نار أمن أسس بنيانه على شفا جرف نهار فانهار به في نار جهنم والله لا يهدي القوم الظالمين. لا يزال بنيانهم الذي بنوا ريبة في قلوبهم إلا أن تقطع قلوبهم والله عليم حكيم. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ അർശിൻ്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കൂട്ടത്തിൽ 5 വഖ്ത് നമസ്കാരം അതാതിൻ്റെ സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കുക എന്നത് ഓരോ മുസ്ലിം പുരുഷന്മാരുടെ ബാധ്യതയാണ് എന്നോർത്തുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ചിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധ ചെലുത്തുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്രകാരം വീട്ടിലോ പള്ളിയിലോ എവിടെയാണെങ്കിലും കൃത്യസമയത്ത് തന്നെ നമസ്കരിച്ച ഇസ്ലാമിക പർദയിൽ ചടഞ്ഞുകൂടി റബ്ബിനെ പ്രീതിപ്പെടുത്താൻ നമ്മിൽ നിന്നുള്ള ഓരോ സ്ത്രീകളും ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പതിവ് പോലെ ഇന്ന് നാം ഇവിടെ സൂചിപ്പിക്കാറുള്ളത് മക്കയിൽ, മദീനയിൽ, റിയാദിൽ നടന്നതായ ഖുതുബകളെ കുറിച്ചാണല്ലോ. എന്നാൽ മക്കയിൽ ഇന്ന് നടന്നതായ ഖുതുബ യഥാർത്ഥത്തിൽ ഡോക്ടർ സഊദ് ശുറൈമിൻ്റെ പ്രസംഗമായിരുന്നു, ഖുതുബയായിരുന്നു. അദ്ദേഹം സംസാരിച്ചത് വസതിയ്യത്ത് എന്ന പദത്തെ ചൊല്ലിയായിരുന്നു. വസതിയ്യത്ത് എന്നതിനെക്കുറിച്ച് ഞാൻ ഇവിടെ
പല ശൈലിയിലും സംസാരിച്ചിട്ടുണ്ട്. നാം മാതൃകയുള്ളവരായി മാറണമെന്നതാണ് രത്നച്ചുരുക്കം. നാം മറ്റു മതസ്ഥർക്ക്, മറ്റു ഉമമുകൾക്ക് നമ്മുടെ ഇടയിലും മാതൃകയുള്ളവരായി മാറണം. മാതൃകയുള്ളവരായി മാറൽ എപ്പോഴാണ്? ഖുർആനും സുന്നത്തും ഇവിടെ മക്കയിൽ മദീനയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ നമ്മുടെ അനിശ്ചിത നേതാക്കളായ സഹാബാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റുമ്പോഴാണ്. അപ്രകാരം നിങ്ങൾ നേരിട്ട് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫിൽ നിന്നിട്ട് റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മിമ്പറിൻ്റെ മീതെ വെച്ച് കേട്ടതായ ഖുതുബ, അത് നിങ്ങൾ മനസ്സിലാക്കി കാണും. ഹുസ്നുൽ ഖാത്തിമ എന്ന സബ്ജക്റ്റായിരുന്നു. ഒരു മനുഷ്യൻ ഏത് സമയത്തും അവൻ്റെ മരണം നന്നായ മരണമായ ആവാൻ വേണ്ടി പരിശ്രമിക്കണം. അതാണ് ഹുസ്നുൽ ഖാത്തിമ എന്നതുകൊണ്ട് വിവക്ഷ. അത് നന്നായി ജീവിച്ചാൽ നന്നായി മരിക്കാമെന്ന് റബ്ബിൻ്റെ ശൈലി ഞാനിവിടെ പലപ്പോഴും കേൾപ്പിക്കാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കണം സത്യവിശ്വാസികളെ എന്ന് അള്ളാഹു പറഞ്ഞ ശേഷം പിന്നെ അള്ളാഹിന്റെ കൽപ്പന എന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ സത്യവിശ്വാസികളായിട്ടല്ലാതെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോകാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ മരിക്കേണ്ടത് മുസ്ലിങ്ങളായിരിക്കണമെന്ന് നമ്മോട് അള്ളാഹു പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ മുസ്ലിങ്ങളായി ജീവിച്ചാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളായി മരിക്കാമെന്ന് പഠിപ്പിക്കും പോലെ. അപ്രകാരം തന്നെ റിയാദിൽ പ്രസംഗിച്ചതായ ഖുതുബോദിയതായ അറഫയിൽ പ്രസംഗിക്കാറുള്ളതായ ഇമാമ്, ഇന്ന് അറഫയിൽ പ്രസംഗിക്കാറുള്ള ഇമാം ഇവിടുത്തെ പണ്ഡിത സഭയുടെ തലവനുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള അൽ ഷെയ്ഖ് സംസാരിച്ചത് നിഅം അഥവാ അനുഗ്രഹങ്ങൾ എന്ന സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു. അതും നാം ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതായ വിഷയമാണ്. വിഷയത്തിൽ സന്ദർഭോചിതമായി പറയേണ്ടി വരികയാണെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് സെലക്ട് ചെയ്തതായ സബ്ജക്റ്റ് ഖുർആനിൽ 27 തവണ മടങ്ങി വരുന്ന വിട്ടുകിടക്കുന്നതായ ഒരു സബ്ജക്റ്റാണ്. 27 തവണ മടങ്ങി വരുന്നു എന്ന് മാത്രമല്ല, ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ദൈനംദിനം അള്ളാഹുമായുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അള്ളാഹു നമ്മെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്നത് മനസ്സിലാക്കുവാനും പ്രപഞ്ചത്തെ എന്തിനു സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കുവാനും നാം പ്രശ്നമനുഷ്യന്മാരായി മാറാൻ അത് സഹായകമാകാനും സാധിക്കും എന്നതുകൊണ്ടാണ് ആ സബ്ജക്റ്റ് പ്രത്യേകം സെലക്ട് ചെയ്തത്. ശ്രദ്ധിച്ച് കേൾക്കുക. പലപ്പോഴും കേട്ട കാര്യങ്ങളൊക്കെ നാം കേൾക്കുന്ന കൂട്ടത്തിലുണ്ടെങ്കിലും സന്ദർഭോചിതമായിട്ട് വിഷയത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി പറയൽ അനിവാര്യമായ ഭാഗങ്ങളായിരിക്കും എന്നതുകൂടി പരിഗണിച്ചിട്ട് നിങ്ങൾ അത് കേൾക്കലും അതിൽ നിന്നിട്ട് നടപ്പാക്കേണ്ട ഭാഗങ്ങൾ നടപ്പാക്കാൻ ഞാനടക്കമുള്ള ഓരോരുത്തർ പരിശ്രമിക്കേണ്ടതുമാണ് എന്ന് ഉണർത്തുന്നു. അള്ളാഹുവിൻ്റെ റസൂല് നമസ്കരിച്ച പള്ളിയാണെന്ന് പറയപ്പെടുന്ന ഈ മസ്ജിദു സജദ എന്ന പള്ളിയിൽ വെച്ചിട്ട് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിയിൽ ജുമുഅ നമസ്കരിച്ച് ഇറങ്ങി വന്ന ശേഷം കേൾക്കുന്നതായ ഈ വിഷയം എത്ര പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. വിഷയത്തിൻ്റെ ആഴത്തിലെത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗൗരവം ഗ്രഹിക്കാൻ സാധിക്കുക. ഈ പ്രപഞ്ചത്തെ റബ്ബ് സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നു, ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതാ സകലം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചത്. ഭൂമിയിലുള്ളതെല്ലാം ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. ഇവിടെ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നാം മീതെ കാണുന്നത് വരെ നമുക്ക് വേണ്ടി എന്ന് ഖുർആൻ പറയുന്നു. ഏതാണത്? സൂര്യൻ ചലിക്കുന്ന നമുക്ക് വേണ്ടി, ചന്ദ്രൻ ചലിക്കുന്ന നമുക്ക് വേണ്ടി, നക്ഷത്രങ്ങൾ നമുക്ക് വേണ്ടി, എല്ലാം നമുക്ക് വേണ്ടിയാണ്. ഇവിടെ മീതെ നിന്ന് ഇറങ്ങുന്ന വെള്ളം നമുക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി, ഇവിടെയുള്ളതായ സാർവ ഓക്സിജൻ അടക്കം നാം ശ്വാസം കഴിക്കുന്ന ശ്വാസം വായു അടക്കം എല്ലാം നമുക്ക് വേണ്ടിയാണ്. പക്ഷേ നമ്മെക്കുറിച്ച് എന്ത് പറഞ്ഞു? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നാം ഇവിടെ ജീവിക്കുന്നത് എന്തിനല്ല? വിസ ഉണ്ടാക്കാനല്ല, കാശുണ്ടാക്കാനല്ല, ബിസിനസ് ഉണ്ടാക്കാനല്ല, അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ നേടാൻ വേണ്ടിയല്ല. അതെല്ലാം ആവശ്യമാണ്. പക്ഷേ അതിന് നൽകേണ്ടതായ അത്
അതിന് നൽകേണ്ടതായ ഇത് മാത്രം നൽകിയാൽ മതി, ആ അവകാശം മാത്രം നൽകിയാൽ മതി, അതിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് ആ ലക്ഷ്യം കഴിഞ്ഞിട്ടായിരിക്കണം അതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നർത്ഥം. ലക്ഷ്യം എന്താണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടി, നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി. അള്ളാഹു ആ പറഞ്ഞ തത്വം സ്ഥാപിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അള്ളാഹു പറയുന്നു, ആ തത്വം സ്ഥാപിക്കുന്നവരായി, അതിനുള്ള കഴിവുള്ളവരായി, ആ അള്ളാഹു കൽപ്പിക്കുന്ന കൽപ്പനകൾ സ്വീകരിക്കാൻ പറ്റുന്നവരായി അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു. നമുക്ക് നമസ്കരിക്കാൻ വേണ്ടിയുള്ളതായ സൗകര്യം, നോമ്പ് പിടിക്കാൻ വേണ്ടിയുള്ളതായ സൗകര്യം, സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയുള്ളതായ സൗകര്യം, ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം, അള്ളാഹു നമ്മളോട് എനക്ക് ആരാധിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ആരാധിക്കാനുള്ള സർവ്വ സൗകര്യങ്ങൾ ആ നമ്മുടെ ശരീരത്തിലൂടെ ചെയ്യാൻ, നമ്മുടെ ചുറ്റുപാടിലൂടെ ചെയ്യാൻ, നമ്മുടെ ഈ അന്തരീക്ഷത്തിലൂടെ ചെയ്യാൻ നമുക്ക് തൗഫീഖും നൽകിയിട്ടുണ്ട്. വെറുതെ കൽപ്പിച്ച് വിട്ടതും അല്ല എന്നതുകൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് റബ്ബ് പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. മനുഷ്യരാശിയുടെ സന്മാർഗത്തിന് വേണ്ടി ഭൂമിയിൽ ഞാൻ ആദ്യമായി സൃഷ്ടിച്ചു വിട്ടതായ വീട് അതേതാണ്? മനുഷ്യരാശിയുടെ സന്മാർഗത്തിന് വേണ്ടി, മനുഷ്യരാശിയെ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടി അവർ ജീവിക്കാൻ, അത് സഹായകമാകാൻ വേണ്ടി, അത് ബക്കയിലുള്ള അഥവാ മക്കയിലുള്ള വിശുദ്ധ കഅബയാണ്, അൽ മസ്ജിദുൽ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല 27 തവണ ഖുർആനിൽ മസ്ജിദ് എന്ന പദപ്രയോഗം നടത്തിയെന്ന് പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ഒരു പദപ്രയോഗമാണ് അൽ മസ്ജിദ് എന്ന പദപ്രയോഗം. പല തവണ മടങ്ങി വരുന്നതായിട്ട് കാണാം ഖുർആനിൽ. അൽ മസ്ജിദുൽ ഹറാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? മനുഷ്യരാശിയുടെ, മുസ്ലിങ്ങളുടെ നല്ല. അതുകൊണ്ട് ഇബ്രാഹിമിന്റെ പ്രാർത്ഥന തന്നെ മനുഷ്യരാശിയുടെ ഹൃദയത്തെ ഈ മക്കവാസികളിലേക്ക്, ഈ പുണ്യഭൂമിയിലേക്ക് നീ ആകർഷിപ്പിക്കണമേ രക്ഷിതാവേ. 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥന അലൈഹിസ്സലാം അള്ളാഹ് സ്വീകരിച്ചതനുസരിച്ചിട്ട് അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ആ നാട്ടിലേക്ക് ആകർഷിപ്പിക്കുന്ന ശൈലിയും നാം കാണുന്നു. അതെ, ആ പള്ളി അഥവാ മസ്ജിദുൽ ഹറാം അള്ളാഹു എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചതായ ലക്ഷ്യത്തിന് വേണ്ടിയാവാൻ തന്നെ ആ പള്ളിയെ ലോക മനുഷ്യരാശിയിൽ മുസ്ലിങ്ങളായി മാറുന്നവരെല്ലാം നമസ്കരിക്കുന്ന വേളയിൽ അത് ഖിബിലിയാക്കി മാറ്റാൻ പോകുന്ന പള്ളിയാണ് എന്നതോടൊപ്പം ആ പള്ളിയെ സ്ഥാപിക്കാൻ വേണ്ടി റബ്ബ് സെലക്ട് ചെയ്തത്, അള്ളാഹ് സെലക്ട് ചെയ്ത മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമരായി നാം പരിചയപ്പെടുന്നതായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവർക്കും മുമ്പ് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. 2 വ്യക്തിത്വമാണല്ലോ നാം പരിചയപ്പെടുന്നത്. ലോകം കണ്ട മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമർ, അതിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമരായി നാം പരിചയപ്പെടുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിമിനെ കൊണ്ടാണ് വിശുദ്ധ കഅബ സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹ് സെലക്ട് ചെയ്തത്. അഥവാ അവർ ജീവിക്കുന്ന യുഗത്തിൽ ഭൂമിയുടെ മീതെ ജീവിക്കുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും ഉന്നതരെയാണ് ഭൂമിയിൽ ആദ്യമായിട്ട് മനുഷ്യരാശിയുടെ നന്മക്ക് വേണ്ടി സൃഷ്ടിക്കുന്നതായ വീടിനെ കെട്ടാൻ വേണ്ടി സെലക്ട് ചെയ്തത്. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അവർ പൊക്കിയ ആ കഅബത്തെ കെട്ടിയ രംഗത്തെ നിങ്ങൾ ഓർക്കണം, പഠിക്കണം, മനസ്സിലാക്കണം എന്ന് നമ്മോട് പറയുന്നു. അത് പഴയ കഥയാണ്, നമുക്കറിയാവുന്ന കഥയാണ്, എല്ലാവർക്കും മനഃപ്പാടമുള്ള കഥയാണ്. എന്നിട്ടോ കാലങ്ങൾ വിട്ടുകിടക്കുന്നു. അല്പവർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അഥവാ ഏകദേശം കൃത്യമായി 40 വർഷം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, അവിടെ മനുഷ്യരാശികളിൽ ഇബ്രാഹിമിന്റെ സന്തതികളിൽ പലരും താമസിക്കുന്ന ഇതേ കഅബ കെട്ടിയ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വിഭാഗം അവിടെ ഫലസ്തീനിലുണ്ട്. അവർക്ക് പള്ളി കെട്ടാൻ അള്ളാഹിന്റെ ഓർഡർ വരുന്നു. അതാണ് മസ്ജിദുൽ അഖ്സ. 40 വർഷം കഴിഞ്ഞ ശേഷം ചോദിക്കപ്പെട്ടു, കഅബയുടെയും മസ്ജിദുൽ അഖ്സയുടെയും ഇടയിലുള്ള ആ വർഷങ്ങൾ എത്രയാണ്? റസൂല് പറഞ്ഞു 40 വർഷമാണ് എന്ന്. 40 വർഷ ശേഷം കെട്ടപ്പെടുന്നു മസ്ജിദുൽ അഖ്സ. പിന്നെ ആ മസ്ജിദുൽ അഖ്സയെ മുന്നിട്ടിട്ട് നമസ്കാരം നിർബന്ധമായതായ, നമസ്കാരം ആരംഭിച്ചതായ വേളയിൽ കൽപ്പന വരുന്നു. ആ സന്ദർഭത്തിൽ റുക്കുനൈനിന്റെ ഇടയിൽ നിന്നുകൊണ്ട്, അഥവാ ഹജർ അൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ നിന്നുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചിട്ട് നമസ്കാരം സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ട്? മസ്ജിദുൽ അഖ്സയെ മുന്നിടലും വരുന്നു, അതേ സമയത്ത് കഅബയെ മുന്നിടലും വരുന്നു. പിന്നെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടെങ്കിലും തുടങ്ങുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും അതിൻ്റെ ശരിയായ രൂപങ്ങൾ രൂപാന്തരപ്പെടുന്നതും അതിൻ്റെ റക്കാത്തുകൾ നിർണ്ണയിക്കപ്പെടുന്നതും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പിന്നെയാണല്ലോ മദീനയിലേക്ക് റസൂല് ആ വിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ആ വിജയ പതാക പറപ്പിക്കാനുള്ള അന്തരീക്ഷം അള്ളാഹു സെലക്ട് ചെയ്തുകൊണ്ട്, അന്തരീക്ഷം ഉണ്ടാക്കാൻ സെലക്ട് ചെയ്തുകൊണ്ട് മദീനയിലേക്ക് റസൂലിനെ വരാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നപ്പോൾ ശൈലി കേൾക്കുക. ലമസ്ജിദുൻ ഉസ്സിസ അലത് തഖ്വ മിൻ അവ്വലി യൗമിൻ. അവിടെ ആദ്യത്തെ പള്ളി, ആദ്യത്തെ വീട് മനുഷ്യരാശിക്ക് അവരുടെ സന്മാർഗത്തിന് അത് മക്കയിലുള്ളതായ കഅബയാണ്. ആദ്യത്തെ ദിവസത്തിൽ മദീനയിലേക്ക് കടന്നു വന്ന ആദ്യ ദിവസത്തിൽ കിട്ടുന്ന, ഖുബയിൽ കിട്ടുന്ന, മദീനയിൽ കിട്ടുന്ന ആദ്യത്തെ വീട് അതും പള്ളി തന്നെയാണ്. അവിടെയുള്ള പള്ളിയുടെ പേരെന്താണ്? ഖുബാ പള്ളി. ആ നാട്ടിൽ കെട്ടിയതുകൊണ്ട് ഇവിടെയുള്ള പള്ളിയുടെ പേരെന്താണ്? അൽ മസ്ജിദുൻ നബവി, നബിയുടെ പള്ളി, നബി കെട്ടിയത്, നബി സ്വന്തം പങ്കെടുത്തുകൊണ്ട് കെട്ടിയത്. പക്ഷേ അള്ളാഹ് അതിനെ വിശേഷിപ്പിച്ചത് എന്ത് രൂപത്തിലാണ്? ഉസ്സിസ അലത് തഖ്വ. ഉസ്സിസ അലത് തഖ്വ. പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ ആ പള്ളി എന്തായിരിക്കണം? തഖ്വയെ ആധാരമാക്കി കെട്ടണം. ലക്ഷ്യം എന്തായിരിക്കണം? തഖ്വയെ ആധാരമാക്കിയിട്ടായിരിക്കണം കെട്ടേണ്ടത്. എന്തിനു വേണ്ടിയായിരിക്കണം? തഖ്വയെ ആധാരമാക്കിയിട്ട് കെട്ടണം. എന്തിനാണ്? അത് വേറൊരു പള്ളിയെ അവഗണിച്ചിട്ടാണ് ആയത്ത് ഇറങ്ങുന്നത് എന്നതുകൂടി നമുക്ക് പരിചയമുണ്ട്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സദസ്യർ പലപ്പോഴും കേട്ട് പരിചയമുള്ള വിഷയമാണ്. അതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ പലരും കേട്ട് പഠിച്ച കാര്യമായിരിക്കാം. എന്ത്? മസ്ജിദുൽ ഇറാർ എന്ന ഇസ്ലാമിന് എതിരിൽ ഗൂഢാലോചന നടത്തുന്ന, വിശുദ്ധ തഖ്വയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടുകൊണ്ട് അബൂ ആമിർ റാഹിബി എന്ന ഒരു പടുവിഡ്ഢി റോമൻകാരുമായി പ്ലാൻ ഇട്ടുകൊണ്ട് റസൂലുള്ളാഹിക്കെതിരിൽ, സഹാബാക്കൾക്കെതിരിൽ, ഇസ്ലാമിനെതിരിൽ ഒരു ളിറാർ മസ്ജിദ് ഖുബയുടെ മുൻവശത്തിൽ ഇടത് ഭാഗമായിട്ട് ഒരു പള്ളി അവർ കെട്ടിയിരുന്നു. ആ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കപട വിശ്വാസികൾ നബിയെ ക്ഷണിക്കാൻ വേണ്ടി വരികയും ചെയ്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവർ ആ പള്ളിയെ ഉദ്ഘാടനം ചെയ്യുന്നതിന് പകരം ഇസ്ലാമിന് വേണ്ടി കെട്ടപ്പെടാത്ത, തഖ്വയെ ലക്ഷ്യമായി കെട്ടപ്പെടാത്ത, തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി കെട്ടപ്പെടാത്ത, 5 വക്ത് നമസ്കരിക്കാൻ വേണ്ടി കെട്ടപ്പെടാത്ത, സത്യം പറയുന്നവർക്കെതിരിൽ കെട്ടിയ, സത്യം പറയുന്നവർക്കെതിരിൽ ഗൂഢാലോചന നടത്താൻ വേണ്ടി കെട്ടിയ ആ പള്ളിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തകർത്തിക്കളഞ്ഞു. അള്ളാഹിന്റെ ഓർഡർ വരുന്നു, അള്ളാഹിന്റെ കൽപ്പന വരുന്നു, അള്ളാഹുവിന്റെ ആയത്തിറങ്ങുന്നു. എന്ത്? ലമസ്ജിദുൻ ഉസ്സിസ അലത് തഖ്വ. തഖ്വയെ ആധാരമാക്കിയും കൊണ്ട് സ്ഥാപിക്കപ്പെട്ട പള്ളി അത് മസ്ജിദ് ഖുബയാണ്, അത് മസ്ജിദുൻ നബവിയാണ് എന്നല്ലാതെ അവർ കെട്ടിയ പള്ളിയല്ല. പറയും പോലെ മുസ്ലിം ലോകമേ, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, ആരെങ്കിലും ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളി കെട്ടിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, മസ്ജിദൻ എന്നുമുണ്ട്, അല്ലെങ്കിൽ അത് പോലോത്തത് എന്നുമുണ്ട്, പല റിപ്പോർട്ടുകളുണ്ട്. അതുപോലെയുള്ള നല്ലൊരു പരലോകത്തിലുള്ള റബ്ബിന്റെ ആ രമ്യഹർമ്മ്യങ്ങളിൽ, പൂന്തോപ്പുകളിൽ, കൊട്ടാരങ്ങളിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാളുടെ ഹൃദയത്തിൽ ഉദിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള സ്വർഗലോകത്തിൽ അവിടെ അവന് പേലസ് ലഭിക്കും. ഇവിടെ കെട്ടുന്ന പള്ളിക്ക് എന്തായിരിക്കണം? പള്ളി എന്തായിരിക്കണം? അള്ളാഹ്ക്ക് വേണ്ടി കെട്ടുന്ന, തഖ്വയെ ആധാരമാക്കി കെട്ടുന്ന പള്ളിയായിരിക്കണം. അതെ, ലമസ്ജിദുൻ ഉസ്സിസ അലത് തഖ്വ. അങ്ങനെ തഖ്വയെ ആധാരമാക്കിയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയതായ പള്ളി കെട്ടിയതായ വേളയിൽ പറഞ്ഞതായ പദമാണ്. എന്താണ് തഖ്വ കൊണ്ട് വിവക്ഷ എന്ന് മനസ്സിലാക്കാൻ പറ്റുക? അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ. പരലോകമോക്ഷമാണ് ഉത്തമം, ഏറ്റവും നല്ല നന്മ, ഏറ്റവും നല്ല നന്മ. അത് എന്തല്ല? മദീനയിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതോ അല്ലെങ്കിൽ ഖൈബറിൽ നിന്നിട്ട് വരുന്നതോ ആയ ഈത്തപ്പഴമല്ല, കാരേക്കയല്ല, ഭൗതിക നേട്ടമല്ല, മറിച്ച് അത് പരലോകമോക്ഷം മാത്രമാണ്. പരലോകമോക്ഷം മാത്രമാണ്, പരലോകത്തിൽ വിജയിക്കലാണ്, നരകത്തുനിന്ന് മോചിക്കലാണ്, സ്വർഗത്തിലേക്ക് എത്തിക്കിട്ടലാണ് എന്ന വാക്ക് പറഞ്ഞിട്ടാണ് കെട്ടിയത്. അതുപോലെ തന്നെ ആ കെട്ടാൻ വേണ്ടി പങ്കെടുത്തവർക്ക് ആ നേട്ടം നേടാൻ, ആ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ പാപമോചനം ലഭിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുകയുണ്ടായി റസൂല്. ഇത് മാനദണ്ഡമാക്കിയും കൊണ്ട് ഇതാ വരുന്നു. വർഷങ്ങൾ വിട്ടുകിടക്കുന്നു. വർഷങ്ങൾ ഇങ്ങനെ വിട്ടുകിടക്കുമ്പോഴെല്ലാം നമ്മുടെ നേതാക്കൾ കിടക്കുന്ന നാടുകളെല്ലാം ഇതേ ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളികൾ കെട്ടാൻ ആരംഭിക്കുന്നു. ഏതുവരെ? നമുക്കറിയാവുന്നതുപോലെ ആദ്യമായിട്ട് ഉത്ബത്ത് ഇബ്നു ഗസ്വാൻ റളിയല്ലാഹു തആല അൻഹു മുമ്പന്മാരിൽപ്പെട്ട ഒരു നേതൃത്വമാണ്. മുഴുപ്പട്ടിണിയിൽ മക്കയിൽ ജീവിച്ച നേതൃത്വമാണ്. മുഴുപ്പട്ടിണിയിലും അരപ്പട്ടിണിയിലും കഴിഞ്ഞുകൂടെ ഇല തിന്ന് ജീവിച്ച മനുഷ്യനാണ്. അങ്ങനെയുള്ള മനുഷ്യൻ ഖലീഫ അല്ല അമീറായി മാറുന്നു.
മാറുന്നു. ഇവിടെ ബസറയിൽ ഇറാഖിൽ അദ്ദേഹമാണ് ബസറയിൽ പള്ളി കെട്ടുന്നത്. ആ പള്ളി ഇന്നും അവിടെയുണ്ട്. വേറെ രൂപത്തിലാണെങ്കിലും ഞാൻ ആ പള്ളി കണ്ട ആൾ കൂടിയാണ്. അത് ബസറയിലുള്ളതായ പള്ളി ഹിജ്റയുടെ 14ാമത്തെ വർഷത്തിൽ 16ാമത്തെ വർഷമാകുമ്പോൾ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ കൂഫയിൽ പള്ളി വരുന്നു. കൂഫയിൽ ആ പള്ളി ഇന്നുമുണ്ട്. കൂഫയിലുള്ളതായ പള്ളിയിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പള്ളി ഇമാം അബു ഹനീഫയുടെ പേരിൽ അറിയപ്പെടുന്നതായ പള്ളിയാണ് എങ്കിലും ഈ പള്ളിയും അവിടെ ചരിത്ര പ്രധാനമായിട്ട് ഇപ്പോഴും അത് പുരാവസ്തുവായി ശേഷിക്കുന്നുണ്ട്. ജനങ്ങൾ നമസ്കരിക്കുന്നു കൂടിയുണ്ട്. അപ്രകാരം തന്നെ ഹിജ്റയുടെ 50ാമത്തെ വർഷമായ ഹിജ്റയുടെ 50ാമത്തെ വർഷമല്ല, അതിനു മുമ്പ് തന്നെ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിൽ ഫുസ്താത്ത് പള്ളി കെട്ടുന്നു. ഇപ്പോഴും ആ പള്ളി അവിടെയുണ്ട്. തഖ്വയെ ആധാരമാക്കിക്കൊണ്ട് ഇങ്ങനെ പള്ളികൾ കെട്ടാൻ ആരംഭിച്ചു. എവിടെ പ്രബോധകന്മാർ ചെല്ലുന്നു അവിടെ കാണുന്നു നാം പള്ളികൾ. എന്തിനു വേണ്ടിയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുമ്പോൾ ഒരു പള്ളി കെട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അവിടെ തയ്യാറായ പള്ളിയാകുന്ന കഅബ ഉള്ളത് കൊണ്ട് അവിടെ തന്നെ റസൂല് പ്രബോധനം ചെയ്യും വളരെ രഹസ്യമായിട്ട്. അവിടെ തന്നെ റസൂല് രാത്രി നമസ്കരിക്കും വളരെ രഹസ്യമായിട്ട്. അവര് ഖുർആൻ പാരായണം ചെയ്യും. അവിടെ തന്നെ ഏറുകൊള്ളും, അടികൊള്ളും, ഇടികൊള്ളും, ദഅവത്ത് നടത്തും. എല്ലാം അവിടെ തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഈ ആദർശത്തെ പൊക്കിപ്പിടിക്കാൻ ആ അന്തരീക്ഷം ക്ലിയർ അല്ലാത്തത് കൊണ്ട് അന്തരീക്ഷം ക്ലിയർ ഉള്ളതായ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്ത് വേണം? അവിടെയും വേണം പള്ളി എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് മദീനയിൽ അതേ ലക്ഷ്യത്തിന് വേണ്ടി, അഥവാ ഇബ്രാഹിം കെട്ടിയ കഅബ അലൈഹിസ്സലാം, ആ കഅബയുടെ ലക്ഷ്യത്തിന് വേണ്ടി അതെന്താണ്? തഖ്വയെ ആധാരമാക്കി കൊണ്ടുള്ളതായ വീട് അത് മദീനയിൽ കെട്ടി. അതേ രൂപത്തിൽ തന്നെ ഞാൻ പറഞ്ഞതായ ബസറയിലും കൂഫയിലും അതുപോലെ തന്നെ ഈജിപ്തിലും നമ്മുടെ നേതൃത്വങ്ങൾ എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം ബുഖാറയിൽ പരിശോധിച്ച് നോക്കുക, അതുപോലെ തന്നെ സമർസ്കന്ദിൽ നോക്കുക, അതുപോലെ തന്നെ റഷ്യയിൽ നോക്കുക. അപ്രകാരം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ അത് അടുത്തെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ട്യൂണീഷ്യ, ആ ട്യൂണീഷ്യയിലുള്ളതായ പള്ളി അത് ഖൈറുവാൻ പള്ളിയാണ്. ചരിത്ര പ്രധാനമായ ഉള്ള പള്ളിയാണ്. ഇപ്പോഴും ആ പള്ളി അങ്ങനെ തന്നെ ശേഷിക്കുന്നുണ്ട്. ആര് കെട്ടിയതാണെന്ന് ചോദിച്ചാൽ ഉഖ്ബത്ത് ഇബ്നു നാഫിയാണ്. അദ്ദേഹം റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജനിച്ച മനുഷ്യനാണെങ്കിലും വ്യക്തിയാണെങ്കിലും അദ്ദേഹം സഹാബിയല്ല എങ്കിലും അദ്ദേഹം താബിഇയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിൽ നിന്നിട്ട് അദ്ദേഹത്തിനെ 10,000-ഓളം പട്ടാളവുമായിട്ട് അയച്ചതായിരിക്കുന്നു വെളുത്ത ആഫ്രിക്കകളിലേക്ക്. ആ വെളുത്ത ആഫ്രിക്കകളാകുന്ന നാടുകളെല്ലാം, അഥവാ ലിബിയ, ട്യൂണീഷ്യ, മൊറോക്കോ, അൾജീരിയ പോലത്തതായ നാടുകളെയെല്ലാം മഹാനായ ഉഖ്ബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു തആല അൻഹു കീഴടക്കിയ ശേഷം അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഖൈറുവാനിലേക്ക് എത്തിയപ്പോൾ മുഴുവനും കാടാണ്. അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്നു, റബ്ബേ, ഞാൻ ഈ നാടുകളൊക്കെ നിന്റെ കലിമത്ത് തൗഹീദിന്റെ വിജയ പതാക പറപ്പിക്കാൻ, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അല്ലാഹുവിന്റെ കലിമത്ത് തൗഹീദ്, അല്ലാഹുക്ക് മാത്രം പ്രാർത്ഥന, അല്ലാഹുക്ക് മാത്രം ആരാധന, അല്ലാഹുക്ക് മാത്രം അറിവ്, അല്ലാഹുക്ക് മാത്രം നേർച്ച, അല്ലാഹുക്ക് മാത്രം ജീവിതം, അല്ലാഹുക്ക് മാത്രം മരണം എന്ന ആ വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് 5 വക്ത് നേരത്തിലും മുസ്ലിം ലോകം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായ ആ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എന്ത് തീരുമാനിച്ചു? ഈ നാട്ടിനെ, ഈ രാഷ്ട്രങ്ങൾക്ക് ക്യാപിറ്റലാക്കാൻ തീരുമാനിച്ചു. നിനക്ക് സുജൂദ് ചെയ്യുന്ന പള്ളിയും കെട്ടാൻ തീരുമാനിച്ചു. പക്ഷെ ഇവിടെ പുലികളുണ്ട്, നെരികളുണ്ട്, ആനകളുണ്ട്, കാടൻ മൃഗങ്ങളുണ്ട്. അതുകൊണ്ട് അവര് നിന്റെ കൽപ്പന അനുസരിച്ചിട്ടല്ലേ അവർ ജീവിക്കുന്നത്. അവരിവിടുന്ന് പുറത്തു പോക്കണം. അവരിവിടുന്ന് പുറത്തു പോയാലേ ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം നിറവേറ്റാൻ പറ്റുള്ളൂ. പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ചരിത്രം പറയുന്നു, ഏത് നമ്മുടെ മായാത മങ്ങാത സ്വർണ്ണ ലിപികൾ കൊണ്ട് സ്ത്രീകരിക്കേണ്ടതായ, കുറിക്കേണ്ടതായ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഉഖ്ബത്ത് ഇബ്നു നാഫിയെ കുറിച്ച് പരിശോധിച്ചാൽ കാണാം. അദ്ദേഹം പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ട്യൂണീഷ്യയുടെ തലസ്ഥാന നഗരം അന്നത്തെ ഖൈറുവാനിൽ നിന്നിട്ട് ആ കാടുകൾ ഒഴിവാക്കിയിട്ട് മൃഗങ്ങൾ സ്ഥലം വിട്ടു. ആ കാടുകൾ ഒഴിവാക്കി മൃഗങ്ങൾ സ്ഥലം വിട്ടു. അവിടെയാണ് ജാമിഉ ഖൈറുവാനി എന്ന തഖ്വയെ ആധാരമാക്കിയും കൊണ്ട് അദ്ദേഹം അന്ന് സ്ഥാപിച്ചതായ ആ പള്ളി കെട്ടിയത്. പരിപൂർണമാക്കി കളയാം കേൾക്കാൻ. പിന്നെ അദ്ദേഹം കുതിക്കുന്നു. നമുക്കറിയുന്നതായ അവിടെയുള്ള അറ്റ്ലാന്റിക് സമുദ്ര, ആ സമുദ്രത്തിന്റെ പരിസരത്തിലേക്ക് ചെല്ലുന്നു അല്ലേ, ബഹറുൽ അബിയദ്.
ബഹ്റുൽ അബീദായിരിക്കും. സമുദ്രം, ആ സമുദ്രത്തിന് അപ്പുറം എന്താ നിങ്ങൾക്ക് അറിയാം? നോക്കൂ, മുസ്ലിം നേതൃത്വം എല്ലാം അറിയാം, ലോകമറിയാം. ജോഗ്രഫിക്കലായിട്ട് നന്നായിട്ട് പഠിച്ച് പരിചയമുള്ള അറിവുള്ളവരെയാണ് നമ്മുടെ നേതൃത്വം വിടുക. അവിടെ ആ സമുദ്രത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് പറയുന്നു, ഇതിന് ശേഷം ഇതിനപ്പുറമുള്ള നാട്ടിൽ മനുഷ്യന്മാരുണ്ട് എന്ന് വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമുദ്രത്തെ വിട്ടുകടന്ന് ഞാൻ ചെന്നിരുന്നേനെ. അതിനപ്പുറമുള്ളത് അമേരിക്കയാണ്, അന്ന് അവിടെ മനുഷ്യന്മാരില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടം വരെ അദ്ദേഹത്തിൻ്റെ ജിഹാദ് സമാപിക്കുകയും ചെയ്തു. പറഞ്ഞു വരുന്നത്, എവിടെയെല്ലാം പിന്നെ പള്ളികളുണ്ടായി അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയ പള്ളി ആസ്പദമാക്കിയിട്ട് തന്നെ തഖ്വയെ ആധാരമാക്കിക്കൊണ്ട് ആരംഭിച്ചു. പക്ഷേ ആ തഖ്വയെ ആധാരമാക്കിക്കൊണ്ട് ആരംഭിച്ചതായ കെട്ടപ്പെട്ടതായ പള്ളികൾ ലോകത്തിൽ ധാരാളമുണ്ട്, നമ്മുടെ ഇന്ത്യയിലുമുണ്ട് എന്നത് സന്തോഷകരം തന്നെ. ഇവിടെ ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ ആ ലക്ഷ്യമാണോ, ആ തത്വമാണോ, ആ ഉദ്ദേശമാണോ നാം പള്ളി കെട്ടുമ്പോഴും പള്ളി കെട്ടിക്കഴിഞ്ഞാലും പള്ളി കെട്ടാൻ വേണ്ടിയും ഉദ്ദേശിക്കുന്നത്? അത് ശ്രദ്ധിക്കണം. അതാണ് മുഖ്യം. എന്തുകൊണ്ട് റബ്ബ് പറഞ്ഞു ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, ഈ പള്ളിയിൽ പൊളിക്കാൻ പാടില്ല, മറ്റേ പള്ളി പൊളിക്കണം. അത് തഖ്വയെ ആധാരമാക്കിയിട്ടല്ല, ഇത് തഖ്വയെ ആധാരമാക്കിയിട്ടാണെന്ന് പറയും പോലെ. അപ്പോൾ തഖ്വയെ ആധാരമാക്കിയിട്ട് കെട്ടുന്ന പള്ളിയുടെ പ്രത്യേകത എന്താണ്? ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, ആത്മശുദ്ധീകരണത്തെയും ശാരീരിക ശുദ്ധീകരണത്തെയും അല്ലാഹ് ഇഷ്ടപ്പെട്ട എല്ലാ ശുദ്ധീകരണത്തെയും സംസ്കരണത്തെയും ഇഷ്ടപ്പെടുന്നവരാണ് അതിൽ നമസ്കരിക്കുന്നവരാവേണ്ടത്. കുടിയന്മാരല്ല, പിടിയന്മാരല്ല, പലിശക്കാരല്ല, തോന്നിവാസികളല്ല, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്കല്ല അത്. പിന്നെയോ തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച ശുദ്ധാത്മാക്കളായിരിക്കണം നമസ്കരിക്കേണ്ടത്. അഥവാ ശുദ്ധാത്മാക്കൾ അല്ലെങ്കിൽ അവർ തൗബ ചെയ്യട്ടെ, പാശ്ചാത്തപിക്കട്ടെ, എന്നിട്ട് പള്ളിയിൽ നമസ്കരിക്കുന്നവരായി മാറട്ടെ, എന്നിട്ട് പള്ളി പരിപാലനത്തിന് അർഹപ്പെട്ടവരായി മാറട്ടെ. അതാണ് മുഖ്യം. അള്ളാഹു പറയുന്നു ഖുർആനിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മസാജിദ് എന്ന ബഹുവചനം കണ്ടു. പരിശോധിച്ച് നോക്കുമ്പോൾ 6 തവണയാണ് മസാജിദ് കണ്ടത്. അതിൽ 3 തവണ അല്ലാഹ് പറയുന്നതൊക്കെ പള്ളിയുടെ പ്രധാന ലക്ഷ്യം പറയാനാണ്. ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമ സ്വലാത്ത വആത സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ. ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്, ആരാണ് അല്ലാഹുവിൻ്റെ പള്ളിയെ സംസ്കരിക്കേണ്ടത്, അതിനെ പരിപാലിക്കേണ്ടത്? ആരാണ് പള്ളി പരിപാലന കമ്മിറ്റി മെമ്പർമാരാവേണ്ടത്? ആരാണ് പള്ളി പ്രസിഡന്റ് ആവേണ്ടത്? ആരാ പള്ളി കമ്മിറ്റി സെക്രട്ടറി ആവേണ്ടത്? ആരാണ് പള്ളി ആവേണ്ടത്? ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ് മൻ ആമന ബില്ലാഹ്. ആദ്യത്തെ നിബന്ധന എന്താണ്? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം അർക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്ന. ഇന്ന് മദീന ഇമാമ് റസൂലുള്ളാഹിനെ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഊന്നി പറഞ്ഞതായ ആ ബിദ്അത്ത് ഒഴിവാക്കണം, സുന്നത്ത് ചെയ്യണം, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം, വിശ്വാസം ക്ലിയറാക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഊതി പറഞ്ഞില്ലേ, തവക്കുൽ, ബരമേൽപ്പിക്കൽ അള്ളാഹിനോട് മാത്രം, ഭയപ്പെടൽ അള്ളാഹിനെ മാത്രം, ജീവിക്കൽ അള്ളാഹ്ക്ക് മാത്രം, മരണപ്പെടൽ അള്ളാഹ്ക്ക് മാത്രം, എല്ലാം അള്ളാഹ്ക്ക് മാത്രം അർപ്പിക്കുന്ന ഒരു സമൂഹമാണ് വേണ്ടത്. അങ്ങനെയുള്ള സമൂഹമാണ് മുസ്ലിം ലോകമെങ്കിൽ മുസ്ലിം ലോകത്തെ തള്ളിപ്പറയുവാനോ അവരെ തരം താഴ്ത്തുവാനോ അവരെ അവഗണിക്കുവാനോ അവരെ പരാജയപ്പെടുത്താനോ അവരെ അവഹേളിക്കുവാനോ അവരെ നിന്ദ്യപ്പെടുത്തുവാനോ ഒരു ശക്തിക്കോ വ്യക്തിക്കോ ലോകത്തിൽ സാധിക്കുക തന്നെ ഇല്ല. കാരണം അവർ അള്ളാന്റെ ആൾക്കാരാണ്, അവർ റബ്ബാനികളാണ്. അപ്പോൾ ആരായിരിക്കണം പള്ളി പരിപാലിക്കേണ്ടത്? മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പരലോകത്തിലും വിശ്വസിക്കണം, അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ. എന്തുകൊണ്ട്? ഈ പരലോകത്തിൽ നാം ഒക്കെ വിശ്വസിക്കുമെന്ന് പറയും, പക്ഷെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേന്ന് പരിശോധിച്ചാൽ തൊള്ള കൊണ്ട് മാത്രം പറയലല്ലാതെ വിശ്വസിച്ച് കാണൂല. എന്താ കാരണം? ഈ പറച്ചൽ യഥാർത്ഥത്തിൽ അതിന് പ്രാധാന്യമില്ല അള്ളാഹിന്റെ അടുക്കൽ. ഏതുവരെ? ആ പറച്ചൽ പ്രാവർത്തികമാകുന്നവരെ നീ പറയുന്ന ആ വാക്കുണ്ടല്ലോ, ആ വാക്ക് ഞാൻ പരലോകത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ റസൂൽ പറയുന്നു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും പരലോകത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, അവൻ തൊള്ള തുറക്കുമ്പോൾ നന്മ പറയാൻ ശ്രദ്ധിക്കണം. ഔലിയസ്മുത്, അല്ലെങ്കിൽ മൗനം വീക്ഷിക്കണം. ചെറിയ കാര്യം നാം ശ്രദ്ധിക്കാറുണ്ടോ? ലൈസൻസ് ഇല്ലാത്ത നാവല്ലേ, എന്തും പറയുന്നല്ലേ. കളവാണെങ്കിൽ കളവ്, വിളവാണെങ്കിൽ വിളവ്, തോന്നിവാസമാണെങ്കിൽ തോന്നിവാസം. ചെറിയ കാര്യത്തിൽ പരാജയപ്പെടുന്നു. ഇദാ ദുഇയല്ലാഹു വഹദ,
അള്ളാഹിനോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കപ്പെടേണ്ടതെന്ന് പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ മുഖം ചുളിഞ്ഞു പോകും, ഹൃദയം പ്രയാസപ്പെട്ടു പോകും. അള്ളാഹിനോട് മാത്രമോ, അപ്പോൾ മൊയ്തീശേഖോ, അപ്പോൾ അയ്യപ്പനോ, അപ്പോൾ അമർത്തങ്ങളോ അല്ലെങ്കിൽ മറ്റു ശേഖന്മാരോ എന്ന് ചോദിക്കപ്പെടും. എന്താ, എന്നേക്കാളും പേടി അവരെയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമകൾക്ക് അള്ളാഹ് പോലെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. അള്ളാഹു അല്ലാത്ത ഷിട്ടികളെ പറഞ്ഞിട്ട് നിങ്ങളെ അവർ പേടിപ്പിക്കുകയാണോ ചെയ്യുന്നത്? റബ്ബിന്റെ ചോദ്യമാണ്, ഞാൻ ചോദിക്കല്ല. അപ്പോൾ പരലോകത്തിൽ വിശ്വസിക്കുക എന്നത് പ്രവർത്തനം കുറിക്കേണ്ടതാണ്, വെറും തൊള്ള കൊണ്ട് പറയേണ്ടതല്ല. അപ്പോൾ പരലോകത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം പള്ളി പരിപാലനം നടത്തുന്ന ആള്. കാരണം അള്ളാഹിന്റെ പള്ളിയാണ്. അള്ളാഹിന്റെ പള്ളിയാകുമ്പോൾ അള്ളാഹിന്റെ പള്ളിക്ക് നൽകേണ്ടതായ പ്രാധാന്യം നൽകുന്നവരായിരിക്കണം ആ പള്ളി പരിപാലനം നടത്തേണ്ടവര്. അതെ, പിന്നെ അതുപോലെ തന്നെ ഇന്നമായ അമറു മസാജിദ് അല്ലാ എന്ന്, മസാജിദ് നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മസാജിദ് നമുക്കെല്ലാവർക്കും പഠിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സംസാരത്തെ കൊല്ലം ജില്ലയിലുള്ളതായ വളക്കടി പഞ്ചായത്ത് അല്ലെ, വളക്കടി പഞ്ചായത്തിൽ വെച്ചിട്ട് ഇന്ന് പള്ളി ഇപ്പോൾ അല്പസമയം മുമ്പ് ഉദ്ഘാടനം ചെയ്ത സഹോദരന്മാർ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവർ കൂടി മനസ്സിലാക്കാനും നിങ്ങളും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ വിശദീകരണം പള്ളിയെക്കുറിച്ച് എന്നതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. പറഞ്ഞു വരുന്നത്, അള്ളാഹു ഖുർആനിൽ മസാജിദ് എന്ന പദപ്രയോഗം നടത്തിയതായ ശൈലി. അതിൽ രണ്ടാമതായിട്ട് നാം കാണുന്നു അന്നൽ മസാജിദ. ആദ്യം നിങ്ങൾ പഠിച്ചു പള്ളി പരിപാലനം നടത്തേണ്ടവർ ആരായിരിക്കണം എന്നതിന് വേണ്ടി അള്ളാഹു ഉപയോഗിച്ചു. ആരായിരിക്കണം? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമ സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തണം. പള്ളി കമ്മിറ്റി പ്രസിഡന്റ് അല്ലെങ്കിൽ ഇമാമ് അല്ലെങ്കിൽ ഖത്തീബ് അല്ലെങ്കിൽ പരിപാലകൻ നിസ്കരിക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ മറ്റുള്ളവരെന്ത് പറയും? കണ്ടില്ലേ, പള്ളി പ്രസിഡന്റ് അല്ലേ നിസ്കാരം ഒഴിവാക്കുന്ന, നമുക്കെന്താ പിന്നെ നിസ്കാരം വേണ്ടാതെ വെച്ചാൽ തീരുമാനിക്കും? പറ്റൂല. അപ്പോൾ നേതൃത്വം വഹിക്കുന്നവരുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് എന്ത് നേതൃത്വം? പള്ളി നേതൃത്വം. എന്തായിരിക്കണം? പള്ളി എന്ത് ലക്ഷ്യത്തിന് വേണ്ടി കെട്ടുന്നു അതനുസരിച്ചിട്ട് ജീവിക്കുന്ന ആളായി മാറണം. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യാവൂ എന്ന് പറയും പോലെ, ഞാൻ പറയല്ലല്ലോ, അള്ളാഹ് പറയാണ്, എൻ്റെ പോക്കറ്റ് നല്ലല്ലോ. ഏത്? മൻ ആമന ബില്ലാഹി വഅഖാമ സലാത്ത വആത സകാത്ത, സകാത്ത് കൊടുക്കുന്ന ആളായിരിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനെ മാത്രം ഭയപ്പെടുന്ന ആളായിരിക്കണം. ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ, അല്ലാഹ് അവരെ സന്മാർഗത്തിലേക്ക് നയിക്കും. മുഫസ്സിറുകളുടെ ശൈലി നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ട്. അസ എന്ന് അല്ലാഹ് പറഞ്ഞാൽ അതെന്തിനു വേണ്ടിയാണ്? തഹ്ഖീഖിന് വേണ്ടിയാണ്. അഥവാ അസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ നാം ചെറുപ്പത്തിൽ പഠിക്കാറുള്ളത് പോലെ അല്ലാഹ് അവരെ സന്മാർഗികളാക്കിയേക്കാം എന്നല്ല, പിന്നെയോ അവരെ അള്ളാഹു സന്മാർഗികളാക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമതായിട്ട് അൽ മസാജിദ് എന്ന പദപ്രയോഗം റബ്ബ് നടത്തിയത് വന്നൽ മസാജിദ ലില്ലാഹ്, ലോകത്തിലുള്ള പള്ളികളാ സകലം ആർക്ക് വേണ്ടിയാണ് കെട്ടേണ്ടത്? ആദ്യം അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ കേട്ടു, തഖ്വയെ ആധാരമാക്കി കെട്ടണം. തഖ്വയെ ആധാരമാക്കി കെട്ടണം. ഇനി തഖ്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 152 തവണ അള്ളാഹ് ഖുർആനിൽ മടക്കി പറഞ്ഞ വിഷയമാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്നിട്ട് വിലങ്ങ് തടി ഉണ്ടാക്കലാണ്. പ്രവർത്തനത്തിലൂടെ, വിശ്വാസത്തിലൂടെ, ആദർശത്തിലൂടെ തഖ്വയെ ആധാരമാക്കി കെട്ടണം. അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു അന്നൽ മസാജിദ. ഇത് പിന്നെ മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയതല്ല, അതാ മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയെന്ന് പറയാനില്ല കേട്ടോ. കാരണം പള്ളിയുടെ ഉടമകൾ മുസ്ലിങ്ങളല്ലേ. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത് മുസ്ലിങ്ങളോടാണ്. എന്ത് പറയുന്നു? അന്നൽ മസാജിദ ലില്ലാഹ്, ലോകത്തിലുള്ള പള്ളികളെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ ആ പള്ളികളിൽ വെച്ചിട്ട് അള്ളാഹുവിനോടല്ലാതെ മറ്റൊരു മഖ്ലൂഖിനോടും പ്രാർത്ഥിക്കരുത് എന്നല്ല. ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നല്ല. പിന്നെയോ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ, പള്ളിയിൽ വെച്ച് അള്ളാഹ്ക്ക് നമസ്കരിക്കുന്ന വേളയിൽ അള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമാണ് ആരാധന, നിന്നോട് മാത്രമാണ് പ്രാർത്ഥന എന്ന് നിങ്ങൾ ആ റബ്ബിനോട് പറയുന്ന വേളയിൽ എന്ത് വേണം? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹിനോട് കൂടി ഒരു ശിട്ടികളെയും, വലിയ ശൈഖിനെയോ ബദ്രീങ്ങളെയോ റിഫായി ശൈഖിനെയോ ഏത് ശിട്ടികളെ ആ പള്ളിയിൽ വെച്ചിട്ട് എൻ്റെ കൂടെ വിളിച്ച് പ്രാർത്ഥിച്ചു പോകരുത്, അള്ളാഹിന്റെ കൂടെ വിളിച്ച് പ്രാർത്ഥിച്ചു പോകരുത് എന്നതുകൂടി അള്ളാഹു ആരോടാ പറഞ്ഞത്? പള്ളിയുടെ ഉടമകളോടാണ്. അതാണ് മുഖ്യം. അപ്പോഴാണ് അള്ളാഹു ഉദ്ദേശിച്ച ഇബ്രാഹിം കെട്ടിയ കാബ ഉണ്ടല്ലോ, ആ കാബ കെട്ടിയ ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ പള്ളിയായി മാറുക. ആ കാബയിലേക്ക് മുന്നിട്ടിട്ട് ഖിബിലാക്കിയ
മാറ്റിയാൽ ആ ഖിബില കൊണ്ട് പ്രയോജനമുള്ളൂ. ആ ഖിബിലയാക്കി മാറ്റിയാൽ അതാണല്ലോ നമ്മളോട് കൽപ്പിച്ചത്. ലോകത്തിലുള്ള പള്ളികളെല്ലാം സ്ഥാപിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? അത് കഅബയിലേക്കായിരിക്കണം ഖിബില എന്ന് കൽപ്പിക്കപ്പെട്ടു. എവിടേക്ക് ഖിബിലയായിരിക്കണം? കഅബയിലായിരിക്കണം ഖിബില. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വല്ലാസാൽ റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ വെച്ചിട്ട്. ഏതാ വീടുകൾ? കഅബയെ ഖിബിലയാക്കിയും കൊണ്ട് കെട്ടുന്ന വീടുകൾ. നാം ഭാഗ്യവാന്മാർ. ലോകത്തിൽ ഭൂമിയുടെ മധ്യത്തിലാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു പോലോ. എന്ത്? മക്ക. അള്ളാഹ് പേരിട്ടത് എന്താണ്? ഉമ്മുൽ ഖുറ, പട്ടണത്തിന്റെ മാതാവ്. എന്താണ് മക്കയുടെ പേര്? ഉമ്മുൽ ഖുറ, പട്ടണത്തിന്റെ മാതാവ്. ആ പട്ടണത്തിന്റെ മാതാവാകുന്ന ആ മാതാവിന്റെ മീതെയാണ് വിശുദ്ധ കഅബയെ സ്ഥാപിക്കാൻ വേണ്ടി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചത്. പണ്ടുള്ള കാലഘട്ടത്തിൽ ബനൂ ഇസ്രായേലികളോടും മറ്റു റബ്ബ് പറയുന്ന ശൈലി, ഇജഅലു ബുയൂതകും ഖിബല, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖിബലയാക്കിക്കോ എന്ന്. നമുക്കങ്ങനെയല്ല. നമ്മുടെ ഖിബല അല്ലാഹുവിന്റെ കഅബയാണ്. നമ്മുടെ ഖിബല അല്ലാഹുവിന്റെ കഅബയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ആദ്യത്തെ ഖിബല അത് മസ്ജിദുൽ അഖ്സയാണ് എന്ന സൂചന അല്പം നൽകി. കഅബയ്ക്ക് 40 വർഷം ശേഷം കെട്ടപ്പെട്ടതായ ആ ഖിബലയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിൽ കെട്ടിയതായ പള്ളിയെല്ലാം, അത് മസ്ജിദ് ഖുബയാവട്ടെ, മസ്ജിദുൽ ഖിബലത്തീനെ ആവട്ടെ, അപ്രകാരം റസൂലുള്ളാഹിന്റെ പള്ളിയാകുന്ന മസ്ജിദുൽ നബവി ആവട്ടെ, അതെല്ലാം ആദ്യത്തെ ഖിബല മസ്ജിദുൽ അഖ്സയിലേക്ക് തന്നെയായിരുന്നു, അഥവാ വടക്ക് ഭാഗത്തിലേക്കായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? 16 17 മാസം കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹ് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് പഠിപ്പിക്കും പോലെ, അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനോട് റസൂൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്ത്? വിശുദ്ധ കഅബയിലേക്ക് തന്നെ മടങ്ങി കിട്ടണം ഖിബില എന്ന വാർത്ത. എന്തുകൊണ്ട്? മുൻകൂട്ടി വിവരമുണ്ട് മാറുമെന്നത്. എന്ന് വിവരമുള്ളതോട് കൂടി റസൂൽ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. അതും നാം പഠിക്കേണ്ട പാഠമാണ്. അല്ലാഹു പറയുന്നു എന്ത്? വിശുദ്ധ ഫുർഖാനിൽ അദീമിൽ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിലേക്ക് മുന്നിടണമെന്ന പൂതിയും വെച്ചുകൊണ്ട് വാനലോകത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ വാനലോകത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഖുനൂത്തിലല്ലാതെ, നമസ്കാരത്തിന്റെ അകത്തല്ലാതെ നോക്കാമെന്നും പഠിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ മീതെ നോക്കി പ്രാർത്ഥിക്കാമെന്നും പഠിച്ചു. മനസ്സിലായില്ലേ? കൈ പൊക്കാമെന്നും പഠിച്ചു. അതുപോലെ ഖുതുബ ഓതുന്ന വേളയിൽ മഴയുടെ നമസ്കാരത്തിന് വേണ്ടി ഇമാം കൈ പൊക്കുമ്പോൾ മൗമൂമിങ്ങൾ പൊക്കാമെന്നല്ലാതെ, അല്ലാത്ത സന്ദർഭത്തിൽ സഹാബാക്കൾ ഖുതുബ കേട്ടുകൊണ്ടിരിക്കവേ കൈ പൊക്കിയതായിട്ട് വിവരം കിട്ടിയിട്ടില്ല. പൊതുവേ പ്രാർത്ഥനയുടെ അതവാണ്, മര്യാദയാണ് കൈ പൊക്കി പ്രാർത്ഥിക്കുക എന്നത്. പറഞ്ഞു വരുന്നത് നമ്മുടെ വിഷയത്തിലേക്ക് നീങ്ങാം. അതെന്താണ്? ഈ വിശുദ്ധ കഅബയെ മുന്നിട്ടിട്ട് കെട്ടാൻ വേണ്ടി, ഖിബിലയാക്കി മാറ്റി കെട്ടാൻ വേണ്ടി ലോകത്തിലുള്ള പള്ളികളോട് കൽപ്പന വന്ന ശേഷം, അഥവാ 18 17 മാസം റസൂല് ഇവിടെ മദീനയിൽ നമസ്കരിച്ച ശേഷം ആ ഖിബില മാറി. അതിനുശേഷം കിട്ടുന്ന പള്ളികളെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബസറയിലെ, കൂഫയിലെ, ഈജിപ്തിലെ, കൈറോവാനിലെ, അതുപോലെ റഷ്യയിലെ, എവിടെയെല്ലാം നമ്മുടെ നേതാക്കളെത്തി, ഇന്ത്യയിലെ അവിടെയെല്ലാം നമ്മുടെ പള്ളികളുടെ ഖിബില അല്ലെങ്കിൽ ഖിബില ഭാഗം, സുജൂദ് ചെയ്യേണ്ട, റുക്കൂഅ് ചെയ്യേണ്ട, നമസ്കരിക്കേണ്ട ഭാഗം അത് കഅബയാക്കി മാറ്റണം എന്നതാണ്. അതുകൊണ്ടാണ് നാം ഇരിക്കുന്ന ഈ സ്ഥലത്തിൽ നിന്നിട്ട് തെക്കാണ് ഖിബില. എന്തുകൊണ്ട്? ഇവിടുന്ന് തെക്കാണ് കഅബ. നമ്മുടെ ശബ്ദം കേൾക്കുന്ന കേരളീയ സുഹൃത്തുക്കൾ അവരുടെ നാട്ടിൽ നിന്നിട്ട് പടിഞ്ഞാറാണ് ഖിബില. എന്തുകൊണ്ട്? അവരുടെ നാട്ടിൽ നിന്നിട്ട് പടിഞ്ഞാറാണ് എന്ത്? കഅബ എന്നതുകൊണ്ട്. അതുകൊണ്ട് ആ വിശുദ്ധ കഅബയെ മുന്നിട്ട് വേണ്ടി കെട്ടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതായ ആ പള്ളിയെക്കുറിച്ച്, ആ പള്ളിയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആ പള്ളികളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ, അതിനല്ലാഹു അൻ തുർഫ, ആ വീടുകളെ പൊക്കിക്കെട്ടാൻ അള്ളാന്റെ അനുവാദമുണ്ട്. പൊക്കിക്കെട്ടാന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ ഭദ്രമായ നമ്മുടെ നമസ്കാര പള്ളിയിൽ നമസ്കരിക്കുന്ന വേളയിൽ മഴ തട്ടാതെ, വെയിൽ തട്ടാതെ രൂപത്തിൽ മാറുന്ന രൂപത്തിലുള്ള പള്ളി ആവണം. അത് അനിവാര്യമാണ്. പിന്നെ മത്സരിച്ച് കെട്ടണമെന്ന് ഇസ്ലാമിന് അഭിപ്രായമില്ല. മത്സരിച്ച് കെട്ടേണ്ടതില്ല. പൊക്കിക്കെട്ടാം. മനസ്സിലായില്ലേ? അത് ഇസ്ലാം അനുവദിച്ചതാണ്.
പക്ഷെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ട് അവരുടെ പള്ളി ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞതായ പള്ളിയായിരുന്നു. അവരാദ്യം കെട്ടിയതായ 100 ചതുരശര മുഴമുള്ളതായ ആ പള്ളിയുടെ സ്ഥിതി എന്തായിരുന്നു? ഇബ്രാഹിമിന്റെ പള്ളി പോലത്തെ, ഇബ്രാഹിം നമസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ പള്ളി പോലത്തെ, എണീറ്റ് നിന്നാൽ തല തട്ടിപ്പോകുന്ന രൂപത്തിലുള്ള പള്ളിയായിരുന്നു. അതിൽ സുജൂദ് ചെയ്താൽ അവരുടെ നെറ്റിത്തടത്തിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഷറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിൽ മണല് ശേഷിക്കും, കളിമണലുണ്ടാകും മഴ വർഷിച്ചാൽ. ആ രൂപത്തിലായിരുന്നു തവാളുഓട് കൂടിയുള്ളതായ പള്ളി പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ പ്രത്യേകത എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ പ്രത്യേകത എന്താണ്? ലോകം, ഭൂമി മുഴുവനും എനിക്ക് ശുദ്ധിയുള്ളതും നമസ്കരിക്കാനുള്ളതുമാക്കി അള്ളാഹ് മാറ്റിയിട്ടുണ്ട്. അതിൽ വെള്ളമില്ലെങ്കിൽ തേമം ചെയ്യാനും കൽപ്പിച്ച കൽപ്പന അതിൽ സൂചനയുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. മറ്റു ഉമ്മമുകൾക്ക്, മറ്റു മതസ്ഥർക്ക് അവരുടെ ദേവാലയങ്ങളിലോ അവരുടെ ചർച്ചുകളിലോ അല്ലാതെ ആരാധനയില്ല. മുസ്ലിം ലോകത്തിന് എവിടെയാണ് നമസ്കാരം ആസന്നമാകുന്നത് അവിടെ നമസ്കരിക്കാം. പക്ഷേ മുഖീമീങ്ങൾ അഥവാ സ്ഥിരതാമസക്കാരായി ജീവിക്കുന്നവർ ബാങ്ക് പള്ളിയിൽ നിന്നിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയിലല്ലാതെ ജമാഅത്തായിട്ടല്ലാതെ പുരുഷന്മാർ നമസ്കരിക്കാൻ പാടില്ല. ആ പള്ളിയിലല്ലാതെ ജമാഅത്തായിട്ടല്ലാതെ പുരുഷന്മാർ നമസ്കരിക്കാൻ പാടില്ല. മദീനയിൽ നിന്നിട്ട് പറയുമ്പോൾ അതിൻ്റെതാകുന്ന ആസ്വാദനം ഉണ്ടാവേണ്ടതുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ ഭാഗിയായ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം അല്ലെങ്കിൽ അംറുബ്നു ഉമ്മ മക്തൂം, രണ്ട് പേരിലും അദ്ദേഹത്തെ അറിയപ്പെടും റളിയല്ലാഹു തആല അൻഹു. അവർ ഒരവസരത്തിൽ റസൂലിനോട് പറഞ്ഞു, റസൂലേ, വീട് കുറേ ദൂരമാണ്, കാട് പ്രദേശമായിട്ടാണ് വിട്ടുകിടന്നിട്ട് മദീനത്തെ പള്ളിയിലേക്ക് വരേണ്ടത്. എനിക്ക് വടിയൊക്കെ വേണം, കൊണ്ടുപോകാൻ കായിദ് വേണം, കായിദില്ലാതെ വരാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് ഫ്രീ ഉണ്ടോ, എനിക്ക് ഒഴിവ് കിഴിവുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മറുപടി നൽകിയ ശേഷം പിന്നെ മടക്കി വിളിച്ച് ചോദിച്ചു, ഹൽ തസ്മഉൻ നിദാ, നിങ്ങൾ വിളി കേൾക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് വിളി നടക്കുന്നത്, എവിടെയാണ് ബാങ്ക് കേൾക്കുന്നത്, അവിടെ കത്തണം എന്ന് മറുപടി ലഭിക്കപ്പെടുകയും ചെയ്തു. ശ്രദ്ധിക്കുക, നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ, സ്ത്രീകൾക്ക് വാജിബല്ല ജമാഅത്തായിട്ട് നമസ്കരിക്കൽ, സ്ത്രീകൾക്ക് വാജിബല്ല ജുമഅ നമസ്കരിക്കൽ. പക്ഷേ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവരങ്ങനെ പള്ളിയിൽ ചെന്ന് നമസ്കരിച്ചാൽ പിന്നെ മടക്കി നമസ്കരിക്കേണ്ടതില്ല, ജുമഅയും കിട്ടും ജമാഅത്തും കിട്ടും. പക്ഷെ അവർക്കത് വാജിബില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം വാജിബ് എന്ന് പറയുന്നതായ പദപ്രയോഗം നടത്തുന്നതായ പണ്ഡിതന്മാരുടെ നിഗമനം അനുസരിച്ചിട്ട് തെറ്റായി മാറും ഒഴിവാക്കുക എന്നത്. എന്തുകൊണ്ട്? ഖുർആനിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു യുദ്ധം പറഞ്ഞ വേളയിൽ യുദ്ധത്തിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കാനുള്ള കോലവും പഠിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഒഴിവാക്കാനുള്ള വല്ല പഴുതും ഉണ്ടെങ്കിൽ യുദ്ധവേളയിൽ ആ പഴുത് ഉപയോഗിക്കാൻ അള്ളാഹു അനുവദിച്ചിരുന്നേനെ എന്നതുകൂടി മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിലുള്ളതായ നാം ഇപ്പോൾ റസൂലുള്ളാഹി നമസ്കരിച്ച പള്ളിയാണെന്ന് പറയപ്പെടുന്നതായ മസ്ജിദു സജദയിൽ വെച്ചിട്ടാണല്ലോ ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ നാം ഇപ്പോൾ നമസ്കരിച്ച് വന്ന പള്ളിയാകുന്ന റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി ഒരവസരത്തിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി വന്നപ്പോൾ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരുടെ എണ്ണം കുറഞ്ഞു കണ്ടപ്പോൾ സഹീഹ് ബുഖാരിയിൽ കാണാം, അവരുടെ വീട് കരിക്കാൻ വേണ്ടി റസൂൽ ഒരുങ്ങിയ വാർത്ത. അവരുടെ വീട് കരിക്കാൻ അവിടെ സ്ത്രീകളും കുട്ടികളും ഇല്ലെങ്കിൽ ഞാൻ അവരുടെ വീട് കരിച്ചിരുന്നേനെ. ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമങ്ങളുന്നവരുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ് കൂട്ടരെ, ശ്രദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നവരാവട്ടെ മുമ്പിലിരിക്കുന്നവരാവട്ടെ, നമസ്കാരം ജമാഅത്തോടു കൂടി തന്നെ നമസ്കരിക്കുക എന്ന കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. അശ്ലീലത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കളിയുടെയോ വിനോദങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടോ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയോ ചില്ലറ കാശിന് വേണ്ടിയോ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ പറഞ്ഞതാണ്, എന്ത് ചില്ലറ കാശിന് വേണ്ടി, നമ്മുടെ ഭാഷയിൽ വീടിക്കുറ്റിക്ക് വേണ്ടി വരെ മതം വിൽക്കുന്ന സ്വഭാവം വരും എന്ന് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി പറയുന്നു, അവസാന കാലഘട്ടം വരുമ്പോൾ അങ്ങനെയുള്ള യുഗം വരും. നാം ഒഴിവാക്കുന്നത് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് പൂർത്തിയാക്കാൻ വേണ്ടി ജമാഅത്ത് ഒഴിവാക്കും, ചിലപ്പോൾ നമസ്കാരവും ഒഴിവാക്കും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അത്രേ പ്രാധാന്യമുള്ളൂ അള്ളാഹിൻ്റെ കൽപ്പനക്ക് നർത്തം. അതിനേക്കാളും പ്രാധാന്യം ക്രിക്കറ്റിന് അല്ലെങ്കിൽ ഫുട്ബോളിന് അല്ലെങ്കിൽ ഭൗതികമായ വല്ല വിനോദങ്ങൾക്ക്. അങ്ങനെയല്ലേ നാം ഇപ്പോൾ കാണുന്നത് പലരെയും? അല്ലാന്ന് പറയാൻ പറ്റുമോ? 60-70 വയസ്സായ മനുഷ്യന്മാര് ഒരു കാല് ഖബറിലും ഒരു കാല് പുറത്താണെങ്കിലും റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനം കൈപിടിച്ചിട്ട് ഇരിക്കല്ലേ കാണാറുള്ളത് നാം പലരെയും.
അള്ളാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ശ്രദ്ധിക്കണം, പള്ളിയുടെ ഉടമകളാവണമെങ്കിൽ പല നിബന്ധനകളുണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം പറയുകയുണ്ടായി പള്ളിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ. അത് പഠിക്കേണ്ട ഭാഗമാണ്. മസാജിദ് എന്ന ബഹുവചനം അള്ളാഹു ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ടതായ 4 ആയത്തുകളിൽ പെട്ടതാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അതെന്താണ്? 6 ആയത്തുകളിൽ 3 എണ്ണമാണ് ഞാൻ ഇവിടെ പറയുന്നത്. 2 കേട്ട് കഴിഞ്ഞു. മൂന്നാമത്തത് ഒമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മു ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലു വസആ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. പള്ളിയിലേക്ക് കടക്കുന്നതിനെ തടയുന്ന വിഭാഗം, പള്ളിയുടെ ഉടമകളെ ദ്രോഹിക്കുന്ന വിഭാഗം, പള്ളിയെ തകർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന വിഭാഗം, പള്ളി കെട്ടിയ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാത്ത വിഭാഗം. പള്ളിയുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞത്? അന്നൽ മസാജിദ് ലില്ല, പള്ളി മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടിയാണ് കെട്ടിയത്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ആ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു, നിന്നോടാണ്, നിനക്ക് മാത്രമാണ് ആരാധന. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് സഹായാർത്ഥന എന്ന തൗഹീദിന്റെ മജ്ജ അവിടുന്ന് ഒഴിവാക്കാൻ പാടില്ല. അത് ഇബ്രാഹിം നബി കൊണ്ടുവന്ന അലൈഹിസ്സലാം, മുഹമ്മദ് നബി കൊണ്ടുവന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം 91 തവണ ഖുർആനിൽ തൗഹീദ് എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് 437 പ്രാവശ്യം ഈമാനി എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് 112 തവണ എന്നോടല്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ദുആ എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് 40 പ്രാവശ്യം ഖുർആനിൽ പ്രാർത്ഥന ആരാധന പ്രാർത്ഥനയാണ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹ് അത് വളരെ വ്യക്തമായി പ്രകടമായി പറയാൻ കാരണം പരലോകത്തിൽ വന്നിട്ട് കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല, കൊണ്ടില്ല, പഠിച്ചില്ല, ചാൻസ് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് കൈ മലർത്താതിരിക്കാൻ വേണ്ടി കണ്ടു, കേട്ടു, പഠിച്ചു, നെറ്റിലുണ്ട്, ഡിഷിലുണ്ട്, എല്ലാ യന്ത്രങ്ങളിലുണ്ട്, എല്ലാ മാധ്യമങ്ങളിലുണ്ട്. എന്നിട്ടോ നീ മതം പൊട്ടി ജീവിച്ചത്? എന്നിട്ടോ നീ എന്നെ തരം താഴ്ത്തിയത്? നിന്നോട് ഞാൻ പറഞ്ഞപ്പോൾ അള്ളാഹനെ ആദരിക്കേണ്ടത് പോലെ നിങ്ങൾ എന്തുകൊണ്ട് ആദരിക്കുന്നില്ല? കഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ പൂജിക്കുന്നു, മനുഷ്യന്മാരെ ആൾപൂജ നടത്തുന്നു, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ചാക്കുന്നു, അവർക്ക് അറക്കുന്നു, എന്നെ അവഗണിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു? എന്ന ചോദ്യം പരലോകത്തിൽ വരും. അള്ളാഹ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സംരക്ഷണത്തിന്റെ 2ാമത്തെ ആയത്ത് വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാലൻസ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ബാലൻസ് ശരിയാക്കാൻ നമ്മോട് കൽപ്പിച്ചതാണ്, വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദ് ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ വലയൻസുറന്നല്ലാഹു മൻ യൻസുറു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അത് നാം മനസ്സിലാക്കണം. ഇവിടെ പള്ളി സംരക്ഷണം പറയുമ്പോൾ എൻ്റെ ശബ്ദം അകലെ നിന്ന് കേൾക്കുന്ന, നെറ്റിൽ കൂടി കേൾക്കുന്നവരാവട്ടെ, നേരിട്ട് എൻ്റെ മുമ്പിലിരുന്ന് കേൾക്കുന്നവരാവട്ടെ, ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നാം പള്ളി സംസ്കരണം അല്ലെങ്കിൽ അതിനെ നാം സംരക്ഷിക്കണം എന്നൊക്കെ പറയും. അത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? എങ്ങനെ നമുക്ക് പള്ളി സംരക്ഷിക്കാൻ സാധിക്കൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദ്. അള്ളാഹു ഇവിടെ ബാലൻസ് ശരിയാക്കാനുള്ള ഒരു സ്പെഷ്യൽ ഒരു ക്രിയ, ഒരു പ്രവർത്തനം റബ്ബിൻ്റെ ഭാഗത്ത് ചെയ്തു വിട്ടിട്ടുണ്ട്. അതെന്താണ്? വലിയ ശക്തി ചെറിയ ശക്തിയെ ഭയപ്പെടുത്താം, വലിയ ശക്തി ചെറിയ ശക്തിയെ ഭയപ്പെടുത്താം. അപ്പോൾ വലിയ ശക്തി ചെറിയ ശക്തിയെ ഭയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ പള്ളികൾ തകരാതെ, ആരാധനാലയങ്ങൾ തകരാതെ, കനീസകൾ തകരാതെ, സൗമ്യത്തുകൾ തകരാതെ, ജൂതന്മാരുടെ ആരാധനാലയങ്ങൾ തകരാതെ, ഇതെല്ലാം സംരക്ഷിക്കപ്പെടാനുള്ളതായ ഒരു ബാലൻസ് ശരിയാക്കൽ റബ്ബ് ചെയ്യും. അതിന് അല്ലാഹ് കാരണം പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദ്, അല്ലാഹ് ദഫ് ചെയ്യുകയാണ്. അപ്പോൾ അല്ലാഹ് ദഫ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നാം അല്ലാഹുവിന്റെ കൂടെ വേണം. അള്ളാഹ് ലാസ്റ്റ് പറയുന്ന കാരണം എന്താണ്? അള്ളാഹിന്റെ കൂടെ ആരുണ്ട്? അവരുടെ കൂടെ അള്ളയുണ്ട്. അള്ളാഹിനെ ആര് സഹായിക്കുന്നുണ്ട്? അവരെ അള്ളാഹ് സഹായിക്കും. അള്ളാഹ്ക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹ്ക്ക് എന്താ ആവശ്യം? അള്ളാഹ് ഇറക്കിയ ദീൻ നടപ്പാക്കിയാൽ മതി. അള്ളാഹ് ഇറക്കിയ ലക്ഷ്യം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ലാ ശരീക ല വബിദാലിക ഉമിർതു ഇന്ന സലാത്തി, എന്റെ നമസ്കാരം, ഒനുസുകി, എന്റെ നേർച്ച വഴിപാടുകൾ, ആരാന്റെ ചുർ തിന്നിട്ട് പള്ളി ദർസിൽ നിന്നിട്ട് ഞാൻ അടക്കമുള്ള മുസ്ലിംമാർ പഠിച്ചതായ ഭാഗമാണത്. ഞാൻ പള്ളി ദർസിൽ പഠിച്ച സമസ്ത നേതാക്കളുടെ തിൽമീസാണ് എന്നതുകൂടി നിങ്ങൾക്ക് അറിയാമല്ലോ. ഒനുസുകി, നേർച്ച വഴിപാടുകൾ, ഒമഹ്യായ, എന്റെ ജീവിതം, ഒമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവശക്തനായ രാജാതിരാജനായ റബ്ബിന് മാത്രമാണ്. ഒബിദാലിക ഉമിർതു, എന്നോടത് പറയാനും പ്രഖ്യാപിക്കാനും ചെയ്യാനും കൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രഖ്യാപിക്കുന്നു.
അതാണ് ഇബ്രാഹിം പ്രഖ്യാപിച്ചത്. അതാണ് ഖിയാമത്ത് നാൾ വജഅലഹ കലിമതൻ ബാഖിയതൻ ഫീ അഖ്ബിഹി. ഇബ്രാഹിമിന് ശേഷം ഖിയാമത്ത് നാൾ വരെ വരുന്നവർ പ്രഖ്യാപിക്കേണ്ട കലിമയായിട്ട് ആ കലിമയെ ഞാൻ മാറ്റുകയുണ്ടായി. ആ കലിമയോട് തുല്യമുള്ള കലിമ ഇവിടെ ലോകത്തിൽ എന്നുമില്ല, എപ്പോഴുമില്ല, ആർക്കും കാണാൻ സാധ്യതയില്ല, ഉണ്ടാവുക തന്നെയില്ല. അതാണ് കലിമത്തു തൗഹീദ്. ഇലൈഹി, അവനിലേക്ക്, യർഫഉ, അല്ലാഹു ഉയർത്തുന്നു, അൽ കലിമു തയ്യിബു, ആ നല്ല വചനങ്ങളെ, വൽ അമലു സാലിഹു, ആ വചനത്തെ ആസ്പദമാക്കി ചെയ്യുന്നതായ സജ്ജനങ്ങൾ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളെയും അവനിലേക്ക് അല്ലാഹു ഉയർത്തുന്നു. അല്ലാത്തതിനെയെല്ലാം പഴയ വസ്ത്രത്തെ വലിച്ചെറിയപ്പെടുന്നത് പോലെ അവിടെ നിന്ന് വലിച്ചെറിയപ്പെടും. ശിർക്കോട് കൂടി കയറുന്ന ഇബാദത്ത് അവിടെ സ്വീകരിക്കപ്പെടുകയില്ല. ശിർക്ക് ചെയ്യുന്നവർ കൊണ്ടുവരുന്നതായ നമസ്കാരത്തെ, നോമ്പിനെ, സക്കാത്തിനെ, ഹജ്ജിനെ, അമലുകളെ, ധർമ്മത്തെ നാം എന്ത് ചെയ്യും? അവകളിലേക്ക് നാം ചെല്ലും. അവകളെ നാം ആക്കും വിതരപ്പെട്ട ധൂളിയാക്കി പറപ്പിച്ചു കളയും. അല്ലാഹു അങ്ങനെ പറയപ്പെടുന്നവരിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. സ്വർണം പോലെ, പഴം പോലെ, മുത്തുപോലെ, മാണിക്യം പോലെ അല്ല, ജീവൻ പോലെ വിശ്വാസത്തെ സംരക്ഷിച്ച് ഒറിജിനൽ അഹ്ലുസ്സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ട് ആ ആശയാദർശത്തിൽ തന്നെ അടിയുറച്ചു നിന്ന് ജീവിച്ച് മരിക്കാനുള്ളതായ സൗഭാഗ്യം മുസ്ലിം ലോകത്തിന്, എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക്, നിങ്ങൾക്ക്, എനിക്ക്, നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് പള്ളി എന്ന വിഷയമാണ്. പള്ളി ആര് കെട്ടണം, ആര് പരിപാലിക്കണം? ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികൾ, ആ പള്ളികളുടെ പ്രത്യേകത എന്തായിരുന്നു? ആ പള്ളികളിലൂടെ ലോകം പഠിച്ച പാഠം എന്തായിരുന്നു എന്നതാണ്. പള്ളിക്ക് വേണ്ടി മാത്രമല്ല റസൂലുള്ള കെട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ റസൂലുള്ള ആ ഖുബാ നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചതോറും ഖുബയിലേക്ക് ചെല്ലുമെന്നാണ്. എന്താ കാരണം? അവിടെയുണ്ട് ആദ്യം കെട്ടിയ പള്ളിയുടെ ഉടമകൾ. ആ പള്ളിയുടെ ഉടമകൾ കൃഷിക്കാരാണ്. ആ കൃഷിക്കാർക്ക് ഒരു പക്ഷേ ജുമാ ഖുതുബ റസൂൽ ഓതുന്നത് കേൾക്കാൻ ചാസ് കെട്ടിക്കൊള്ളണമെന്നില്ല. അവിടെ ടൈപ്പ് റിക്കാർഡില്ല, അവിടെ മാധ്യമങ്ങളില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി ഹദീസിൽ കാണുന്നു, നടന്നു പോകും. ചിലപ്പോൾ നടന്നു പോകും. വാഹനം കിട്ടിയില്ലെങ്കിൽ എപ്പോഴും വാഹനം ഉണ്ടായിക്കോളുന്നില്ലല്ലോ. വാഹനമില്ലെങ്കിൽ നടന്നു പോകും. ചിലപ്പോൾ വാഹനത്തിന്റെ മീതെ കയറിപ്പോകും. എവിടേക്ക് പോകും? എവിടേക്കോടെ പോകുന്നത്? ഖുബയിലേക്കാണ്. എന്താ ഖുബ? മേളയുണ്ടോ അവിടെ? ബിസിനസ് ഉണ്ടോ അവിടെ? ഒന്നുമല്ല. അവിടെ പോകുന്നത് പള്ളി കെട്ടിയ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരാഴ്ചക്കകത്തിൽ ഇറങ്ങിയതായ പുതിയ വഹയുണ്ടെങ്കിൽ, ഖുർആനാവട്ടെ സുന്നത്താവട്ടെ, റസൂലുള്ളാഹിയുടെ പോയി പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീന പള്ളി കെട്ടിയതിന്റെ പിന്നിലും നാം പഠിച്ച ലക്ഷ്യം അത് തന്നെയാണ്. ലോകത്തിൽ അള്ളാഹുവിന്റെ റസൂല് വല്ല സ്ഥലത്തെക്കുറിച്ച് സ്വർഗത്തോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെ കുറിച്ചാ പറഞ്ഞത്? ഫർതഊ ഇലാ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പിൽ നിങ്ങൾ കയറുക, അവിടെ ഇരിക്കുക, അവിടുന്ന് കേൾക്കുക. എന്ത് കേൾക്കാനാ പറഞ്ഞത്? സ്വർഗത്തോപ്പ് എന്താണ്? എൽമിന്റെ സദസ്. നമുക്ക് എല്ലാവർക്കും മനപ്പാടമുണ്ട്. എൽമിന്റെ സദസ്സിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വർഗത്തോപ്പ് എന്ന് പറയാറുണ്ടായിരുന്നത്. റസൂൽ മദീനയിൽ കടന്നു വന്ന ഉടനെ തന്നെ ആദ്യം റസൂലിന്റെ ഷറഫാക്കപ്പെട്ട തിരുക്കൈ കൊണ്ട് പങ്കുവഹിച്ചുകൊണ്ട് കെട്ടിയതായ ആ പള്ളിയെ റസൂലുള്ളാഹി പിൻകാലഘട്ടത്തിൽ എന്ത് പ്രഖ്യാപിച്ചു? മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ തോപ്പാണ് ഈ സ്ഥലം. അതിന് പല അർത്ഥങ്ങൾ മഹാനായ അൽ ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ മാലിക്കി പ്രഗൽഭ പണ്ഡിതൻ, മഹാനായ അൽ ഇമാം യഹ്യ ഇബ്നു ശറഫ് നവവി ഷാഫി പ്രഗൽഭ പണ്ഡിതൻ, മഹാനായ അൽ ഇമാം ഹാഫിദ്, നമ്മുടെ ഇബ്നു ഹജറിനെ അറിയാത്ത ആളാരുമില്ലല്ലോ, ഫത്ഹുൽ ബാരിയുടെ ഉടമ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാൻ, ഇവരെല്ലാം ചർച്ച ചെയ്ത കൂട്ടത്തിൽ കാണാം ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് എന്ത്? അത് സ്വർഗത്തോപ്പ് ഏത് സമയത്തും അവിടെ ഹദീസ് പാരായണം ചെയ്യും, അവിടെ ഖുർആൻ പാരായണം ചെയ്യും. അതിന്റെ പരിസരത്തിലാണ് അവിടെ ഓതപ്പെടുന്നതായ ആ ഖുർആനിനെ, ആ സുന്നത്തിനെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ, മുസ്ലിം ലോകത്തിന്റെ ഉമ്മമാരെ, നിങ്ങൾ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം, നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം, നിങ്ങൾ ഓർത്തുകൊണ്ടേ ഇരിക്കണം. ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി പറയുന്നു, ഹിക്മത്ത് എന്ന പദം കൊണ്ട് വിവക്ഷ ഖുർആനിൽ സുന്നത്താണ്. ചേകനൂരിനെ പോലത്തതായ മതം പൊട്ടി മുർത്തദ്ദായി പോയതായ 3 ഓക്താരുകാർ പറയും പോലെ എന്തല്ല, സുന്നത്ത് സാധനം തന്നെ ഇല്ല എന്നതല്ല, മറിച്ച് സുന്നത്ത് ഖുർആന്റെ ഒരു ഭാഗമാണ്.
ഖുർആനിന്റെ വിശദാംശമാണ്. ഖുർആനിനോട് യോജിപ്പിച്ചിട്ട് സുന്നത്ത് കൂടി എനിക്ക് അല്ലാഹ് നൽകിയിട്ടുണ്ട് എന്ന് റസൂൽ തന്നെ പറഞ്ഞ ഭാഗമാണ്. ഖുർആൻ സൂചിപ്പിച്ച ഭാഗമാണ്. ഖുർആനെ സംരക്ഷിക്കാൻ അല്ലാഹ് ഏറ്റെടുത്തതുപോലെ സുന്നത്തിനെ സംരക്ഷിക്കാൻ അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ആ സുന്നത്തും ഖുർആനും വിതരണം ചെയ്യപ്പെട്ടതായ എൽമിന്റെ സദസ്സായിരുന്നു ആ സ്വർഗത്തോപ്പ്. ഒരു ഭാഗം ഇപ്പോൾ പഠിച്ചില്ലേ? അപ്പോൾ എന്തായിരിക്കണം? ലോക പള്ളികളെല്ലാം എപ്പോഴും സ്വർഗത്തോപ്പുകളായി മാറണം, എപ്പോഴും എൽമ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളായി മാറണം. കാരണം ആ പള്ളിയിലേക്ക് വരുന്നവർ വെറും നിസ്കരിക്കാൻ വരുമ്പോൾ മാത്രം ആ മുസ്ലിയാരെ കണ്ടാ പോരാ, ആ മൗലവിയെ കണ്ടാ പോരാ, ആ ഇമാമിനെ കണ്ടാ പോരാ. പിന്നെയോ ഇമാമുമായി, അവിടെയുള്ളതായ മുഅല്ലിമുമായി, മുതഅല്ലിമുമായി, പണ്ഡിതന്മാരുമായിട്ട് അവിടെ നിസ്കരിക്കാൻ വരുന്നവർക്ക് ബന്ധമുണ്ടായിക്കൊണ്ടേ ഇരിക്കണം, ആത്മീയ ബന്ധം. എന്തിനാണ്? പള്ളിയിൽ വരുന്നവര് റബ്ബാനികളായി മാറാൻ, അവിടെ ആ പള്ളിയിലുള്ള വരവേൽപ്പിലൂടെ നിസ്കാരത്തിലുള്ള വീഴ്ചകൾ നികറ്റാൻ, വ്യക്തി ജീവിതത്തിലുള്ള വീഴ്ചകൾ നികറ്റാൻ, സാമൂഹിക ജീവിതത്തിലുള്ള വീഴ്ചകൾ നികറ്റാൻ, അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിലുള്ള വീഴ്ചകൾ നികറ്റാൻ, ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ ഒരു മുസ്ലിമിന് പാടില്ലാത്ത എന്തെല്ലാമുണ്ട് അതെല്ലാം നികറ്റാൻ പറ്റുന്ന മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് പള്ളിയിലൂടെയാണ് എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രവർത്തിച്ച, അവിടെ എത്തിച്ച, അവിടെ റസൂലുള്ളാഹിന്റെ ബേക്കിൽ നമസ്കരിച്ച ആ വിഭാഗത്തിന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മിമ്പറിന്റെ മീതെ പലപ്പോഴും കയറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടേ അറബികൾ പ്രസംഗിക്കുമ്പോൾ അവരുടെ കയ്യിൽ വാളുണ്ടാവും. റസൂൽ പലപ്പോഴും വാളിന് പകരം വടി പിടിക്കും. അത് എന്തിനാണത്? നിൽക്കുമ്പോൾ ചാരിയിരിക്കാൻ വേണ്ടി. ചാരിയിരിക്കാൻ വടിയില്ലെങ്കിൽ മിമ്പർ ചാരി പിടിച്ചാൽ മതി എന്നല്ലാതെ അതൊരു പതിവാക്കി മാറ്റണമെന്ന് നിർബന്ധമില്ല. മിമ്പറിന്റെ സൈഡ് പിടിച്ചാലും മതിയാവുന്നതാണ്. മിമ്പറിന്റെ സൈഡിൽ പിടിക്കാനൊന്നും ഇല്ലെങ്കിൽ എന്ത് വേണം? ഈ പ്രസംഗിക്കുന്ന ആൾക്ക് സപ്പോർട്ട് ലഭിക്കാൻ വടി ഉണ്ടാവാം. റസൂൽ ഇങ്ങനെ വടിയും പിടിച്ചിട്ട്, അല്ലെങ്കിൽ വാളും പിടിച്ചിട്ട്, അല്ലെങ്കിൽ കയറിയിരുന്ന മിമ്പറിന്റെ സൈഡ് താങ്ങി പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ ആരംഭിക്കും. ചിലപ്പോൾ ജുമാ ഖുതുബ അല്ലായിരിക്കും, ചിലപ്പോൾ ജുമാ ഖുതുബ അല്ലായിരിക്കും. വിളിക്കൂ ജനങ്ങളെ ബിലാലെ എന്ന് പറയും. പ്രശ്നം വരുമ്പോൾ ജനങ്ങളെ ബിലാലെ വിളിച്ചു കൂട്ടും, പ്രസംഗം തുടങ്ങും. മനസ്സിലായില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ ഇതിനെ കുറിച്ച് പരിചയമില്ലാത്ത ഒരു വ്യക്തി പുതുതായിട്ട് ഗ്രാമീണർ വന്നു, മദീനത്തെ പള്ളിയിൽ കയറി വന്നു, ഒരു ചോദ്യം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അനുഗ്രഹത്തിന്റെ കഷ്ണമായി നബി ഇറങ്ങി അദ്ദേഹത്തിനെ അടുപ്പിച്ചു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഞാനിവിടെ നിയമം പറയാറുണ്ട്, എന്ത്? മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഇമാമിന് സംസാരിക്കാം, നമുക്ക് ഇമാമിനോട് സംസാരിക്കാം. നാം പരസ്പരം സംസാരിച്ചാൽ നമ്മുടെ ജുമാ കുന്നു കയറും. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, നാം പറഞ്ഞു വരുന്നത് പള്ളി എന്ന വിഷയമാണ്. പള്ളി പറയുമ്പോൾ പള്ളിയുടെ പ്രത്യേകതയെക്കുറിച്ച് ഒരു ഹദീസ് തുടക്കത്തിൽ പറഞ്ഞു. ധാരാളം പറയേണ്ട വിഷയമാണ്. എൻ്റെ ഓർമ്മയിൽ തന്നെ 3-4 കേസറ്റുകൾ പറയേണ്ട ആവശ്യമില്ല, CD-കൾ ഉണ്ടാവാം ഈ വിഷയത്തിൽ ഞാൻ തന്നെ സംസാരിച്ചതായ ഭാഗങ്ങൾ. പക്ഷേ നമ്മുടെ സഹോദരന്മാർ പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടും കൊല്ലം ജില്ലയിൽ വെച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, പള്ളി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഈ വിഷയം ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്തതാണ് ഈ സന്ദർഭത്തിൽ എന്നതുകൂടി നിങ്ങൾ ഓർത്തിരിക്കൽ നല്ലതാണ്. അവരുടെ പ്രവർത്തനത്തിൽ, യത്നത്തിൽ അള്ളാഹു അവർക്ക് ആത്മാർത്ഥത നൽകട്ടെ, നമുക്കും ആത്മാർത്ഥത നൽകട്ടെ. അവരുടെ പള്ളിയും നമ്മുടെ പള്ളിയും നാം ഇവിടെ വിശദീകരിച്ച രൂപത്തിൽ തഖ്വയെ ആധാരമാക്കിയും കൊണ്ട് കെട്ടേണ്ട പള്ളി എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ച പള്ളിയാക്കി മാറ്റാൻ അവർക്ക് അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ, നമുക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 5 വക്ത് നമസ്കാരം കൃത്യമായിട്ട് അവർ കെട്ടിയ പള്ളിയിൽ അവർക്ക് നമസ്കരിക്കാനും നാം എല്ലാവർക്കും നമ്മുടെ പള്ളികളിൽ നമസ്കരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മെമ്പർ, അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞു, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ, അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. 2 ശൈലിയിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ഒന്ന്, റസൂൽ നേർക്ക് നേരെ പറഞ്ഞു. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു. അങ്ങനെ അറിയാത്തത് കൊണ്ട് റസൂലിനോട് ജനങ്ങൾ ചോദിച്ചു, റസൂൽ ജിബ്രീലിനോട് ചോദിച്ചു. 2 രൂപത്തിലും വന്നിട്ടുണ്ട്. ആദ്യത്തെ രൂപം എന്താണ്? അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിഖാഇ ഇലല്ലാഹി അസ്വാഖുഹാ. ഭൂമിയിൽ അല്ലാഹുവിന്, കേട്ടോളീൻ, എന്താ ഈ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ? പള്ളി സാധാരണ സ്ഥലമല്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പള്ളിക്കുള്ള പവിത്രത മനസ്സിലാക്കാൻ നാം ഇത് കേട്ടാൽ മതി. ഭൂമിയിൽ അള്ളാഹ് സൃഷ്ടിച്ചതായ ആ ഭൂമിയുടെ ഭാഗങ്ങളിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്ഥലം അത് പള്ളിയാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും ഈ പള്ളിയിൽ നമസ്കരിച്ചവരുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കേട്ടത്? പള്ളി ഭൂമിയിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഉത്തമമായ സ്ഥലമാണ്. സുബ്ഹാനല്ലാഹ്. വഅബ്ഗദുൽ ബിഖാഇ ഇലല്ലാഹി അസ്വാഖുഹാ.
അള്ളാഹ്ക്ക് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അത് ഭൂമികളിലുള്ളതായ പട്ടണം ആണ്. അതുകൊണ്ട് പള്ളിയെക്കുറിച്ച് നാം വിശദീകരിച്ച് വരികയാണല്ലോ. ആർക്കെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ പട്ടണത്തിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ അല്ലാതെ ആവശ്യമില്ലാതെ ടൈം വേസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു മുസ്ലിം കറങ്ങേണ്ട സ്ഥലമല്ലേ അല്ല പട്ടണം. കാരണം പട്ടണം ഏത് സമയത്തും ഹദീസിന്റെ ഭാഷയിൽ പിശാച് കൊടി നാട്ടുന്ന സ്ഥലമാണ്. പിശാച് അവന്റെ പതാക സ്ഥാപിക്കുന്ന സ്ഥലമാണ് എന്ത് പട്ടണം. ഏത് കുഴപ്പവും പട്ടണത്തിലാണ്. പലിശ ബാങ്കുകൾ പട്ടണത്തിലാണ്. കളവുകൾ പട്ടണത്തിലാണ്. അടിയും ഇടിയും പട്ടണത്തിലാണ്. വ്യഭിചാരം അനാചാരം പട്ടണത്തിലാണ്. എല്ലാ തെറ്റിന്റെ ഉറവിടമാണ് പട്ടണങ്ങൾ. അതുകൊണ്ട് മുസ്ലിം നിർബന്ധിതാവസ്ഥയിൽ പോവുക, അഥവാ നിർബന്ധിതാവസ്ഥയിൽ നീ വഴിയിൽ കൂടി പോകേണ്ടി വരികയാണെങ്കിൽ അതിന്റെ നിബന്ധന നീ പാലിക്കണം. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അതെന്താണ്? വല്ലവരെയും കണ്ടാൽ സലാം പറയണം. നല്ല നോട്ടമല്ലാതെ വടക്ക് നോട്ടം നോക്കാൻ പാടില്ല. തെറ്റ് കാണുമ്പോൾ വിരോധിക്കാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടാവണം. ഈ നിബന്ധന ഒത്തിട്ടാണ് നീ പട്ടണത്തിൽ പോകുന്നതെങ്കിൽ, റോഡിൽ കൂടി കറങ്ങുന്നതെങ്കിൽ കറങ്ങിക്കോ എന്ന് പറയും പോലെ സാധിക്കുമോ? പെണ്ണിനെ കാണുമ്പോൾ നാമൊക്കെ മുമ്പത്തതിനേക്കാളും കൂടുതൽ ശ്രദ്ധിച്ച് നോക്കുന്ന സ്വഭാവമല്ലേ പലരിലും ഉണ്ടാവാറുള്ളത്? അരുത് അരുത്. അലി ഇബ്നു അബി താലിബിന് ഒരു ശൈലിയുണ്ട്. ആദ്യമുള്ളതായ ശ്രദ്ധിക്കാത്ത നോട്ടം അള്ളാഹ് നിനക്ക് മാഫി ചെയ്തു തരും. രണ്ടാമത്തെ ശ്രദ്ധിച്ച നോട്ടം നിന്റെ റിക്കാർഡിൽ കുറിക്കപ്പെടും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇന്ന സമഅ നിന്റെ കേൾവി, വൽ ബസറ നിന്റെ കാഴ്ച, വൽ ഫുആദ നിന്റെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല അവകളെ കുറിച്ചെല്ലാം ചോദിക്കപ്പെടും. ഇന്നഹു ലദിക്റുല്ലക നിങ്ങൾ ഈ കേൾക്കുന്നതായ ഈ ഖുർആൻ, ഇതിന്റെ വിശദാംശമാകുന്ന സുന്നത്ത്, ലദിക്റുല്ലക നിനക്ക് പഠിക്കാൻ, നീ പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾ പഠിപ്പിക്കാൻ, നിങ്ങൾ പ്രചരിപ്പിക്കാൻ, ഒലി ഖൗമിക നിങ്ങളുടെ സമൂഹം പഠിക്കാൻ, പഠിപ്പിക്കാൻ, പ്രവർത്തിക്കാനുള്ളതാണ്. അതാണ് സഹിക്കവയ്യാത്ത, കേൾക്കാൻ പറ്റാത്ത, പ്രയാസപ്പെടുന്ന പദം. അള്ളാഹ് പറയുന്നു നിങ്ങളോടെല്ലാം ചോദിക്കപ്പെടും ഈ ഖുർആനെ കുറിച്ച്, ഈ വാദിനെ കുറിച്ച്, ഈ ഉപദേശത്തെ കുറിച്ച്, ഈ കുറിച്ച്, ഈ ആദർശത്തെ കുറിച്ച്, ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച്, ഈ പ്രബോധനത്തെ കുറിച്ച്. വെറുതെ വിടൂല എന്നെയും നിങ്ങളെയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മസാജിദ് എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതായ ശൈലിയിൽപ്പെട്ടതാണ് ഈ ഇഅ്തികാഫ്. പള്ളികളിൽ നമസ്കാരം, അദ്കാറുകൾ, പള്ളികളിൽ നമസ്കാരം, അദ്കാറുകൾ ഇതൊക്കെ പള്ളികളിൽ അനിവാര്യമാണ്. ഖുർആൻ പാരായണം ചെയ്യൽ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ശബ്ദിച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യരുത്. ഒരാൾ മസ്ബൂഖാണെങ്കിൽ അദ്ദേഹം മസ്ബൂഖായി വരുന്ന റക്അത്ത് ഒച്ചത്തിൽ ഓതേണ്ട റക്അത്താണെങ്കിൽ പോലും തൊട്ട് നിസ്കരിക്കുന്ന നമസ്കാരക്കാരന് തശ്വീഷ് ഇല്ലാതിരിക്കാൻ വേണ്ടി അവനും ഒച്ചത്തിൽ ഓതരുത്. അവനെ കേൾപ്പിച്ചാൽ മതി. ഇമാമ് മാത്രമാണ് ഒച്ചത്തിൽ ഓതേണ്ടത്. ഇമാമ് മാത്രമാണ് ഒച്ചത്തിൽ ഓതേണ്ടത്. അതുകൊണ്ടാണ് കൽപ്പിക്കപ്പെട്ടത് ഇദാ ഖുറിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്തമിഉ ലഹു നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക. പള്ളിയിൽ വെച്ചിട്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശബ്ദകോലാലമുണ്ടാക്കി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ, മറ്റുള്ളവരും ഇബാദത്ത് എടുക്കാനുള്ള സ്ഥലമാണ് പള്ളി, നിനക്ക് മാത്രമുള്ളതല്ല പള്ളി. അതുകൊണ്ട് നീ എന്ത് വേണം? നാം മസ്ജിദുൻ നബവിയെ കുറിച്ച് പറയാറുള്ളതുപോലെ ഹാജിമാരോട് നിങ്ങൾ അവിടെ ചെന്നാൽ അല്ലാഹുവിൻ്റെ റസൂലിന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നോ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നോ, മഹാനായ ഉമർ ബിൻ ഖത്താബിന് അസ്സലാമു അലൈക്കും യാ ഉമർ ബിൻ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ എന്നോ, അല്ലെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖിന് അസ്സലാമു അലൈക്കും അബൂബക്കർ സിദ്ദീഖ് അവ്വല ഖലീഫത്ത് റസൂലില്ലാഹി എന്നോ. ആ ഷോർട്ടായ രൂപം ഇമാം നവവിയുടെ രൂപമാണത്. ആ ഷോർട്ടായ രൂപങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് സ്ഥലം വിടലല്ലാതെ നീ അവിടെ നിൽക്കരുത്. കാരണം നിന്നെപ്പോലത്തെ ലക്ഷം ചിലവാക്കി വന്ന ആളാണ് ബാക്കിലിരിക്കൂ നിൽക്കുന്നത്. അവർക്ക് നീ സ്ഥലം വിട്ടുകൊടുക്കുക. നീ അല്ലാഹു റസൂലിന്റെ പള്ളിയുടെ ഏത് മുക്കിലോ മൂലയിലോ ഇരുന്നിട്ട് നിനക്ക് അള്ളാഹുവിനോട് വേണ്ടത് പ്രാർത്ഥിക്കുകയും ചെയ്യാം, റസൂലിന് സലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങൾ പള്ളിയിൽ കടന്ന സ്വർഗത്തോപ്പിൽ ഇങ്ങനെ കുറെ മണിക്കൂർ ഇരിക്കുന്ന സമ്പ്രദായം അരുത്. നിങ്ങൾക്ക് മാത്രമുള്ളതല്ല സ്വർഗത്തോപ്പ്. നിങ്ങളെപ്പോലെ ലക്ഷം ചിലവാക്കി വന്നവർ അവിടെയുണ്ട്. അവർക്ക് സ്ഥലം ഒഴിവാക്കി കൊടുക്കണം എന്നത് കൂടി പഠിക്കൽ അനിവാര്യമാണ്. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് ചെയ്യുന്നതായ അമലുകളിൽ മുഖ്യമായ ഭാഗമാണ് ഏത്? നമസ്കാരം, അപ്രകാരം അദ്കാറുകൾ, അപ്രകാരം ഖുർആൻ പാരായണം ചെയ്യൽ, അതുപോലെ തന്നെ ഇഅ്തികാഫ്.
എഅ്തികാഫ്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, പള്ളികളിൽ നിങ്ങൾ എഅ്തികാഫിരിക്കുന്ന വേളയിൽ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് നിങ്ങൾ ബന്ധം പുലർത്തരുത്. അവിടെ അള്ളാഹു എന്ത് പറഞ്ഞു? പള്ളികളിലാണ് എഅ്തികാഫ്, പള്ളികളിലാണ് എഅ്തികാഫ്. അത് നിസ്കാരപ്പള്ളിയിലും എഅ്തികാഫ് ഇരിക്കാം. ശ്രദ്ധിക്കുക, ഏറ്റവും നല്ലത് എഅ്തികാഫ് ഇരിക്കാൻ ജുമുഅത്ത് പള്ളികളിലാണ്, ജുമുഅ പള്ളികളിലാണ്. എന്തുകൊണ്ട്? ജുമുഅക്ക് വേണ്ടി ജുമുഅ വരുമ്പോൾ പുറത്തിറങ്ങി പോകേണ്ടി വരികയില്ല. അഥവാ ജുമുഅ പള്ളികൾ അടുത്തില്ല എങ്കിൽ എന്ത് ചെയ്യാം? ജുമുഅത്ത് പള്ളി അല്ലാത്ത പള്ളിയിലും എഅ്തികാഫ് ഇരിക്കാം. പക്ഷേ ജുമുഅ നഷ്ടപ്പെടുത്തരുത്. ഇതൊക്കെ ഫുഖഹാക്കളുടെ, നമ്മുടെ ഇമാമുകളുടെ ശൈലിയാണ്, എൻ്റെ പോക്കറ്റൊന്നും പറയല്ല. ഇത് എഅ്തികാഫ് ഇരിക്കുമ്പോൾ നാം ജുമുഅത്ത് പള്ളിയിൽ ജുമുഅ പള്ളിയിൽ എഅ്തികാഫ് ഇരിക്കാൻ പരിശ്രമിക്കണം, ജുമുഅ പള്ളി അടുത്തുണ്ടെങ്കിൽ. എന്നാൽ എന്താണ്, ജുമുഅക്ക് പ്രത്യേകം എഅ്തികാഫ് വേളയിൽ പുറത്തിറങ്ങി പോകേണ്ടി വരികയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ കെട്ടാൻ വേണ്ടി പറഞ്ഞതായ കാരണം പറഞ്ഞപ്പോൾ എന്നൊരവസരത്തിൽ വൽ ആകിഫീന എന്ന് മറ്റൊരു സ്ഥലത്ത് അല്ലേ, വൽ ആകിഫീന ഇഅ്തികാഫിരിക്കുന്നവർക്ക് വേണ്ടിയും നിങ്ങൾ ആ വിശുദ്ധ കഅബയെ നിങ്ങൾ ശുദ്ധിയാക്കൂ, ഇബ്രാഹിമേ ഇസ്മായിലെ എന്ന കൽപ്പന അലൈഹിമസ്സലാം. അതുപോലെ ഇഅ്തികാഫിരിക്കാൻ ലോക പള്ളികൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അനുവാദം നൽകിയതാണ്. നിങ്ങൾ വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ആ പദപ്രയോഗത്തിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടതായ ഭാഗം, റസൂലുള്ളാഹി കെട്ടിയതായ പള്ളിയിൽ മെഹ്റാബ്, കുഴിയുള്ള അകത്ത് ദ്വാരമുള്ള രൂപത്തിലുള്ളതായ മെഹ്റാബ് റസൂൽ പള്ളിയിലുണ്ടായിരുന്നില്ല. അത് അതുപോലെ തന്നെ മുനാരവും ഉണ്ടായിരുന്നില്ല. മുനാരവും മെഹ്റാബും വന്നത് എപ്പോഴായിരുന്നു? അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലായിരുന്നു. അതുവരേക്കുമില്ല. മുനാരം എന്ന് പറയുന്നത് തന്നെ, ഈ മനാർ എന്ന് പറഞ്ഞാൽ ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വെളിച്ചം കെട്ടിത്തൂക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സാധനമായിരുന്നു. പിന്നെ ബാങ്ക് വിളിക്കാൻ വേണ്ടിയും അതിൻ്റെ മീതെ കയറാറുണ്ടായിരിക്കും. അത് റസൂലുള്ളാഹി കെട്ടിയ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. മിമ്പറും അങ്ങനെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി കയറിയതായ 3 പലകയുള്ള മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മാറ്റിവെക്കപ്പെട്ട സന്ദർഭത്തിലുണ്ടായ പലകയുടെ ശൈലിയാണ്. അതിനു മുമ്പ് ഈത്തപ്പനയുടെ ഒരു തണ്ടിലേക്ക് അവർ ചാരി ഇരുന്നു കൊണ്ട് ഓതിയതായ ആ മിമ്പർ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മിമ്പർ കൊണ്ടുവരപ്പെട്ടതായ വേളയിൽ അത് ഏങ്ങിക്കരഞ്ഞു എന്ന് ബുഖാരിയിൽ കാണുന്നു. അതൊക്കെ റസൂലുള്ളാഹിൻ്റെ മുഅ്ജിസത്താണ്, റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയതായ മുഅ്ജിസത്താണ്. അത് സംഭവിക്കുന്നതിൽ നമുക്ക് ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർക്കൊരു പ്രയാസവുമില്ല അത് സ്വീകരിക്കുന്നതിൽ. അങ്ങനെ കരഞ്ഞു എന്നാണ്, അവിടെ തന്നെ അത് കുഴിച്ചു മൂടുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. അവിടെയാണ് റസൂലുള്ളാഹിന്റെ പിന്നെ ഉണ്ടായ മെമ്പർ ഉണ്ടായത്. ആ മെമ്പറിന് 3 പലകയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ മെമ്പർ ഉണ്ടാകുമ്പോൾ അത് പണ്ട് തന്നെ ഉത്ഭവിച്ചിട്ടുണ്ട്, 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉത്ഭവിച്ചിട്ടുണ്ട്. മെമ്പർ നക്കാലായി മാറി എന്ന് പറഞ്ഞാൽ സ്ഥലത്തുനിന്ന് മാറ്റുന്ന മെമ്പർ. എന്തിനാണ്? ഖുതുബ കഴിഞ്ഞാൽ മെമ്പർ സ്ഥലത്തുനിന്ന് മാറ്റും. എന്തിനാണ്? സഫ് കട്ടാവാതിരിക്കാൻ വേണ്ടി. ഞാനൊരു ശൈലി പറയാറുണ്ട്. അതെന്താണ്? ഇന്നത്തെ യുഗത്തിലൊക്കെ നല്ല എല്ലാ രൂപത്തിലും ടെക്നിക്കലായിട്ട് പലതും ചെയ്യാൻ പറ്റുമല്ലോ. റിമോട്ട് കൺട്രോളിൽ കൂടി ഇങ്ങനെ മെമ്പർ കയറി ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന രൂപത്തിലായ മെമ്പറാക്കിയാൽ പോരെ? മെമ്പർ കാരണത്താൽ സഫ് കെട്ടാവുന്ന പ്രശ്നം വരുന്നില്ല, മെമ്പർ മാറ്റിവെക്കുന്ന പ്രശ്നം വരുന്നില്ല. മെമ്പർ തന്നെ ഖുതുബ കഴിയുമ്പോൾ ഇങ്ങനെ കയറി ഒരു സൈഡിൽ നിൽക്കുന്ന മെമ്പറാക്കി മാറ്റാം. അങ്ങനെയൊക്കെയാൽ മതി. എന്നല്ലാതെ മീതെ നിന്ന് കയറിയിട്ട് ഇത് ഓതുന്ന സൈസിലുള്ളതിനേക്കാളും ഉത്തമം അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു അഅലം. ടൈം അതിക്രമിച്ചിരിക്കുകയാണ്. വല്ലതും ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതിനെ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, കടമുള്ളവരുടെ കടം വീട്ടട്ടെ, പ്രയാസമുള്ളവർ പ്രയാസം നീക്കട്ടെ, ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അല്ലാഹു നൽകട്ടെ, ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അല്ലാഹു നൽകട്ടെ, സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അല്ലാഹു നൽകട്ടെ. ഈ വിഷയമായിട്ട് വല്ല ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എഴുതി ചോദിക്കാം, അടുത്ത ക്ലാസ്സിൽ മറുപടി കിട്ടുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ശബ്ദം ദൂരെ നിന്ന് അകലെ നിന്ന് കേൾക്കുന്ന, കേരളത്തിൽ നിന്നിട്ട് കേൾക്കുന്ന, പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്ന സുഹൃത്തുക്കൾക്കെല്ലാം അവരുടെ
അവരുടെ ഉദ്ദേശം നിറവേറ്റുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവർ കിട്ടിയതായ പള്ളി ഇസ്ലാമിക പള്ളിയാക്കി മാറ്റുവാനും അവർക്ക് ആ പള്ളിയിലൂടെ അള്ളാഹുവിൻ്റെ തൗഹീദും ദഅവത്തും പ്രചരിപ്പിക്കുവാനും അള്ളാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നിട്ട് ഇസ്ലാമിലൂടെ ദൂരം ചെയ്യട്ടെ. പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങൾ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലൂടെ തൗഹീദിലൂടെ ഖുർആനിലൂടെ സുന്നത്തിലൂടെ അവർക്ക് ആ പ്രയാസത്തെ മാറ്റാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദ ദഅവതനാ വഅറാദ ബിലാദൽ ഹറമൈൻ വഅറാദ ഖാദത ബിലാദൽ ഹറമൈൻ سوءا اللهم فأشغله في نفسي اللهم اجعل تدبيره يا رب العالمين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما وألحقنا بالصالحين. اللهم اسقنا من حوض نبيك وحبيبك محمد صلى الله عليه وسلم شربة هنيئة مريئة لا نظمأ بعدها أبدا. اللهم ارزقنا شفاعته ارزقنا اتباعه قولا وعملا. اللهم ارزقنا اتباع نبيك محمد صلى الله عليه وسلم قولا وعملا يا رب العالمين. اللهم احشرنا معه تحت لوائه في زمرته يوم الدين يا حي يا قيوم. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.